വേദപുസ്തകം നന്നായി അറിയുന്നവർക്ക് എൻ്റെ പ്രസംഗം ഒരു സൺഡേ സ്കൂൾ സ്റ്റോറി ആയാൽ അതെൻ്റെ കുറ്റമല്ല, അത് സുവിശേഷത്തിൻ്റെ കുറ്റമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് എന്നോട് കൂടെ വന്നാട്ടെ. യേശു ആരാണ്? എന്തിനാ ജനിച്ചത്? എങ്ങനെയാ ജനിച്ചത്? എവിടെയാ വളർന്നത്? എത്ര നാള് ശുശ്രൂഷിച്ചു? എന്താ ശുശ്രൂഷിച്ചത്? ആരാ കൊന്നത്? എങ്ങനെയാ മരിച്ചത്? എവിടെയാ അടക്കം ചെയ്യപ്പെട്ടത്? ഉയർത്തെഴുന്നേറ്റോ? ഇപ്പോഴെവിടെയാണ്? ഇനി വരുമോ? ഇതുപോലെയുള്ള ഒരു കെട്ട് ചോദ്യങ്ങളാണ് സുവിശേഷ യോഗത്തിന്റെ മറുപടികളായി വെളിപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് തന്നെ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് എത്തപ്പെടാനുള്ള തത്രപ്പാടിൽ ഞാൻ ഈ ദൂതുമായി വേഗം മുൻപോട്ട് പോവുകയാണ്. മറിയയുടെ ഉദരം കടമെടുത്ത് ഉലകത്തിൽ പിറന്നവൻ, കച്ചി മിച്ചം കിടക്കുന്ന കാലിത്തൊഴുത്തിൽ അവൻ കിടന്ന് കളിച്ചവൻ, ദാരിദ്ര്യത്തിന്റെ പൊടിപിറക്കുന്ന നസറേത്തിന്റെ മണ്ണിൽ ഓടിക്കളിച്ചവൻ, വയസ്സ് 12, ഒരു ഗ്രാമം ഇടിഞ്ഞിളകി 5 കുന്നിന്റെ മുകളിൽ ആകാശത്തെ ഉമ്മവെച്ച് നിൽക്കുന്ന യെരൂശലേം ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോകുമ്പോൾ വളർത്തപ്പനാകുന്ന യോസഫിന്റെയോ അമ്മയാകുന്ന മറിയയുടെയോ വിരലിൽ തൂങ്ങി ആലയത്തിലേക്ക് പോയ യേശുവിന്റെ ബാല്യം, അങ്ങ് ആരാധനാ കുന്നിന്റെ മുകളിൽ ന്യായപ്രമാണത്തിന്റെ 39 പുസ്തകങ്ങൾ അരച്ചു കലക്കി ചണ്ടി കളഞ്ഞ് ചാരകത്ത് കയറ്റിയ 7 കൂട്ടം വസ്ത്രം ധരിച്ച പൗരോഹിത്യ വൃന്ദങ്ങൾ നെഞ്ചു വിരിച്ചു നിൽക്കുമ്പോൾ 12 വയസ്സുള്ള എന്റെ യേശു അവരോട് ന്യായപ്രമാണം പറയാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി ഇവനെ ആരും പഠിപ്പിച്ചതല്ല, ഇവന്റെ അകത്ത് ന്യായപ്രമാണം ഉണ്ടെന്നവർക്ക് മനസ്സിലായി. ആരാധന കുന്നിന്റെ മുകളിൽ നിന്ന് മലയടിവാരത്തിലേക്ക് ഇറങ്ങുകയാണ് യേശു. അടുത്ത 18 വർഷങ്ങൾ, എ ലോങ് ടൈം, യേശുവിനെ ആരും കാണുന്നില്ല. വേദശാസ്ത്രിമാര് ആ കാലഘട്ടത്തിന് കൊടുത്തിരിക്കുന്ന പേര് യേശുവിന്റെ അൺനോൺ പീരീഡ് എന്നാണ്. അറിവ് കൊടുക്കാത്ത കാലഘട്ടം. ചെറിയ സമയമല്ല, 18 വർഷങ്ങൾ. യേശു എവിടെയായിരുന്നു? യേശു ഗുജറാത്തിൽ വന്നെന്ന് ചരിത്രബോധമില്ലാത്ത കോമാളികൾ പറയുന്നുണ്ട്. അർഹിക്കുന്ന അവജ്ഞ കൊടുത്ത് ആ വാദത്തെ ഞങ്ങൾ പുറങ്കാലിന് തട്ടുകയാണ്. യേശു ജനത്തിൽ ഗുജറാത്തിൽ വന്നിട്ടില്ല. യേശു ആത്മാവിൽ ഇന്ന് രാത്രി ഗുജറാത്തിലുണ്ട്. അതിനായിട്ട് സ്തോത്രം. പിന്നെ യേശു എവിടെയായിരുന്നു? ബൈബിളിലെ 2 വാക്യങ്ങൾ. 1, അവൻ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിച്ചെന്നും. 2, ഇവൻ തച്ചന്റെ കൊച്ചനല്ലയോ. പണ്ടാരോ പ്രസംഗിച്ച ഒരു വാക്ക് കടമെടുത്ത് ഞാൻ പറയാം. അതേ, ലോകത്തിൽ ആർക്കും പണിയാൻ കഴിയാത്ത തിരിഞ്ഞുപോയ തടികളെ, പിരിഞ്ഞുപോയ തടികളെ പണിയാൻ കരുത്തുള്ളൊരു നല്ല തച്ചൻ ഇന്ന് രാത്രി ഇറങ്ങി നിൽക്കുന്നുണ്ട്. അവൻ തകർന്നതിനെ പണിയുന്ന കർത്താവാണ്. ആ കരമൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? തകർന്നു പോകുന്ന കുടുംബങ്ങൾ, തകർന്നു പോകുന്ന ബാല്യങ്ങൾ, തകർന്നു പോകുന്ന മനുഷ്യന്റെ ആരോഗ്യം, അതേ 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 തകർന്നതിനെ പണിയാൻ ഒരു നല്ല തച്ചൻ ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി നിൽക്കുകയാ. കരമുയർത്തി ഒന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കേരളത്തിലെ കുടുംബക്കോടതി 28 ഒരു വർഷം നടക്കുന്ന വിവാഹമോചനം 50,000. കല്ലുവെച്ച സാരിയും മുത്തുവെച്ച ചുരിദാറും ആടിന്റെ കാലും കോഴിയുടെ കോലുമായിട്ട് അങ്ങനെ കല്യാണം ആർഭാടത്തിൽ നടക്കുകയാണ്. ചെറുക്കനും പെണ്ണും കൂടെ ഓഡിറ്റോറിയത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഹെലികോപ്റ്ററിന്റെ അകത്തുനിന്നാണ് പുഷ്പവൃഷ്ടി നടത്തുന്നത്. വെള്ളക്കുതിരയുടെ രഥം കെട്ടി വലിച്ചുകൊണ്ട് ചെറുക്കനെ പെണ്ണിനെ കയറ്റിക്കൊണ്ടുപോകുന്നു. എന്തിനാ ഏറെ പറയുന്നത്? ഒരു സാരി ഉടുത്താൽ കല്യാണം മുറുകില്ലെന്ന് പേടിച്ച് 2ാം സാരിയും കൂടെ ഉടിപ്പിച്ച് കല്യാണം നടത്തി നമ്മളിങ്ങനെ ആർഭാടത്തിന്റെ കളിയൂഞ്ഞാലിരുന്ന് ആടുമ്പോൾ ഒരു വർഷം ഈ ദൈവത്തിന്റെ നാട്ടിൽ നടക്കുന്ന വിവാഹമോചനം 50,000. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കല്യാണത്തിന് നമ്മൾ കഴിക്കുന്ന കോഴിയുടെ മാംസം വയറ്റി ചെല്ലുന്നതിന് മുമ്പ് ചെറുക്കനും പെണ്ണും കൂടെ കോടതിയുടെ വരാന്തയിൽ ചെല്ലുകയാ. പിശാച് കുടുംബങ്ങളെ വാരി തറയിലടിക്കുകയാ. എന്നാൽ ഇന്ന് രാത്രി നാട്ടുകാരോട് പറയാ, തകർന്ന കുടുംബങ്ങളെ പണിയാൽ കരുത്തനായ ഒരുവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ആ കരമൊന്ന് അടിച്ചോണ്ട് യേശുവേ എന്ന് വിളിക്കാൻ അകത്ത് ആവേശമുള്ള ദൈവമക്കൾ, അതെ, ഈ യോഗം വെറുതെ വെച്ചതല്ല. അവൻ ഈ ദേശത്ത് ഹല്ലേലൂയ. കുടുംബങ്ങൾ തകരുന്നു, ഇവിടെ ബാല്യങ്ങൾ തകരുന്നു, ഇവിടെ യൗവനങ്ങൾ തകരുന്നു. ഞാൻ ഈ ദിവസങ്ങളെല്ലാം പോകുന്നിടത്ത് ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം സുൽത്താൻ ബത്തേരിയിൽ ഒരു യോഗം കഴിഞ്ഞിട്ട് രാത്രി 11 മണിയാകുമ്പോൾ
വണ്ടി ഓടിച്ചുകൊണ്ട് വയനാട് ചുരത്തിലെത്തിയപ്പോൾ പെരുമ്പാമ്പ് ഇരയെടുത്തതുപോലെ വണ്ടിയെല്ലാം നിശ്ചലമായിട്ട് കിടക്കുന്നു. രണ്ടാമത്തെ ഹെയർ പിന്നിൽ ഞാൻ എത്തി. വണ്ടിയിൽ നിന്ന് പതുക്കെ പുറത്തിറങ്ങി അവിടെ നിന്നൊരു മനുഷ്യനോട് ഞാൻ ചോദിച്ചു, എനിക്ക് രാത്രി 3 മണി വരെ വണ്ടി ഓടിച്ചാലേ വീട്ടിൽ വരത്തുള്ളൂ, വന്നിച്ച് എനിക്ക് 6:30 പിന്നെയും പോകണം. ഞാനങ്ങ് വെപ്രാളം പിടിച്ച് നിൽക്കുകയാണ്. ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, എന്താ പറ്റിയത്? അദ്ദേഹം പറഞ്ഞു, ഒരു തടി ലോറിയുടെ കുറച്ച് തടി കയറ് പൊട്ടി താഴെ വീണിട്ടുണ്ട്, അതെടുക്കാതെ ഇനി പോകാൻ പറ്റില്ല. ഞാൻ എന്നോട് തന്നെ ദേഷ്യം കയറി ആ റോട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ കണ്ട കാഴ്ച, വയനാട് ചുരമിറങ്ങി 10 ബൈക്ക് വരുന്നു. നമ്മുടെ നാട്ടിലിരിക്കുന്ന മെലിഞ്ഞ ബൈക്കല്ല, കാട്ടുപോത്തിനെ പോലെ അങ്ങ് വീർത്തിരിക്കുന്ന വലിയ ബൈക്ക്. അതിന്റെ ഹാൻഡിൽ എവിടെയാന്ന് അറിയാൻ പറ്റുകയില്ല, അതിന്റെ ബ്രേക്ക് എവിടെയാന്ന് അറിയാൻ പറ്റുകയില്ല. ഒരുതരം കാട്ടുപോത്ത് പോലത്തെ ഒരു സാധനം. ഓടിക്കുന്നവൻ ഓന്ത് മരത്തിലിരിക്കുന്ന പോലെ കവന്നിരിക്കും, പുറകെ ഇരിക്കുന്നയാൾ BSNL ടവർ പോലത്തെ ഇങ്ങനെ ഇരിക്കും. ഇത് ഇടിച്ചു കഴിഞ്ഞാൽ പുറകെ ഇരിക്കുന്നവൻ ആകാശത്തൂടെ വീട്ടിൽ ചെല്ലും, ഫ്രണ്ട് ഇരിക്കുന്നതിനോടെ ചെല്ലുന്ന ദൈവത്തിന് അറിയാം. ഒരുതരം പന്നിയുടെ മൂക്കിൽ മുടി പോയതുപോലത്തെ ശബ്ദമാതിൻ്റെത്. അങ്ങനെ അലറി ഇറങ്ങി വരുന്ന 10 ബൈക്കിൽ ആ 10 ബൈക്ക് ഓടിക്കുന്ന ആമ്പിള്ളാരുടെ പുറകിൽ 10 പെൺപിള്ളേരിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. തൊഴിലുറപ്പിന് പോകുന്ന പാവം അമ്മ ചീഞ്ഞ പിണ്ടിയും അഴുക്കോടയും വാരിക്കോരി നെറുക മുതൽ പാദം വരെ ചൊറിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ആ അമ്മയ്ക്ക് കിട്ടുന്നത് 363 രൂപയാണ്. 3 രൂപ കൊണ്ട് ജീവിച്ച് ബാക്കി 300 രൂപ ഞെക്കി പിടിച്ചിട്ട് അന്ന് കോഴിക്കോടിന് അയച്ചു കൊടുക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? സ്വന്തം കുഞ്ഞ് ഒരു നേഴ്സായിട്ട് മെഡിക്കൽ കോളേജിന്റെ ഇടനാഴിയിലൂടെ വരുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് ആ പാവം ജീവിക്കുകയാ. പക്ഷേ ആ 300 രൂപ അയച്ചു കൊടുത്ത് അവളെ നല്ലതാക്കാൻ ശ്രമിക്കുന്ന അമ്മ തികച്ചും ഒരു മണ്ടിയായി പോകുകയാ. ആരുടെയോ ബൈക്കിന്റെ പുറകിലിരുന്ന് ഒരു ഭയവുമില്ലാതെ അവൾ ചുരമിറങ്ങുകയാ. നിങ്ങൾ എത്ര പേരിനെ കേൾക്കുന്നു എന്ന് എനിക്കറിയില്ല. നിങ്ങൾ പെൺകുഞ്ഞുങ്ങളെ വളർത്തിയതല്ലേ? രാത്രി 6 മണി കഴിഞ്ഞാൽ അപ്പനോ അമ്മയോ ബസ് സ്റ്റോപ്പിൽ പോയ പെൺകുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ട് വരുന്നത് അവര് തന്നെ വരുമെന്ന് ചിന്തിച്ചിരിക്കാനുള്ള ധൈര്യം പോലും ഇല്ലാതെയാ നമ്മൾ മക്കളെ വളർത്തിയത്. ഇന്ന് രാത്രി എന്റെ ദൈവമക്കളോട് ഞാൻ പറയാ, അടിയേറ്റ് വേദനയേറ്റ് ചോര ഒഴുകി ഒലിച്ച് എണ്ണ തുപ്പുന്ന പൈൻമര ക്രൂശുമായി ചതുരവടിവുള്ള ആണിയിൽ തൂങ്ങാൻ ഗാൽഗുത്തായുടെ മരണം മണക്കുന്ന പർവ്വതത്തിലേക്ക് കുന്നിലേക്ക് യേശു നടക്കുമ്പോൾ നെഞ്ചുപൊട്ടി കരയുന്ന പാവം അമ്മമാരോട് യേശു പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് വേണ്ടി കരയണ്ട, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരയുക. ഇന്ന് രാത്രി എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ആമേൻ. തലമുറകൾക്ക് വേണ്ടി കരയുക. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെങ്കൊച്ച് മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡിൽ നിന്ന് മൂട്ടി പഞ്ഞി വെച്ച സിഗരറ്റ് പേടിയില്ലാതെ വലിച്ചു പുക മൂക്കിലൂടെ പുറന്തള്ളാൻ ആ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ധൈര്യം വരുന്നുണ്ടെങ്കിൽ ഈ നാട് പോകുന്ന അപകടം എത്ര ഭീകരമാണെന്ന് ഓർക്കണം. ഇന്ന് രാത്രി ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ യോഗം വെറുതെയല്ല. ചിലതിനെ കർത്താവ് തൊടാൻ പോകയാ. ആ കരമൊന്ന് അടിച്ച് എന്നോട് ദൈവം പറയുന്നു, ഈ സഭ യൗവനക്കാരെ തൊടാൻ പോകയാ. യേശുവിന് വയസ്സ് 30 തികയുന്നു. ഞാൻ വേഗം ദൂതിലേക്ക് വരാം. നിങ്ങൾ കഴിയുന്നത്ര സ്തോത്രം ചെയ്ത് ദൈവസ്ഥല ഭൂമധ്യ ഭാഗത്ത് പൊരിഞ്ഞ യുദ്ധം നടക്കുകയാ. ഗാസ മുഴുവൻ കത്തിക്കൊണ്ടിരിക്കുകയാ. സാമ്രാജ്യത്വ ശക്തികൾ വിറച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ഇന്ന് ആശീർവാദം പറയുന്നതിന് മുമ്പ് കർത്താവ് വരുന്നേക്കാം. അതുകൊണ്ട് ഈ ഇഞ്ചക്ഷൻ എടുത്ത കോഴി കൂട്ടി നിൽക്കുന്ന പോലെ യോഗത്തിന് നിന്നാൽ ചിലപ്പോൾ കാഹളം തുനിക്കും, അല്ലാത്തൊരു പോവുകയും ചെയ്യും. ഇവിടെ കടന്ന് പിന്നെ തമ്പാറ് തല്ലി പൊട്ടിക്കേണ്ടി വരും. അതുകൊണ്ട് കഴിയുന്നിടത്തോളം സ്തോത്രം ചെയ്ത് കഴിയുന്നിടത്തോളം പ്രാർത്ഥിച്ച് ദൈവമക്കൾ ദൈവസന്നിധിയിലായിരിക്കണം. ആമേൻ. ദൈവസഭയിൽ ആളെ കൂട്ടാൻ എന്നാ മാർഗം? ഒറ്റ മാർഗമുള്ളൂ. ഈ മുഴക്കം ഉണ്ടായപ്പോൾ ജനം കൂടിയെന്ന എൻ്റെ പുസ്തകത്തിലെ വാക്യം. അല്ലാതെ പത്രോസിന്റെ പോയിന്റ് എഴുതിയെടുക്കാൻ ആള് വന്നെന്നല്ല. എന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്കകത്ത് ആത്മാവിന്റെ ചലനം ഉണ്ടായാൽ ഹല്ലേലൂയ. ആമേ. പണ്ടൊരു പാസ്റ്റർ പറഞ്ഞ്, എനിക്ക് ക്ഷീണമായതുകൊണ്ട് ഞാൻ ഇരുന്ന് പ്രസംഗിച്ചേക്കാം. നേരെ സെക്രട്ടറി പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ കിടന്ന് കേട്ടോളാം എന്ന് പറഞ്ഞു. അപ്പൊ ഇരുന്ന് പ്രസംഗിക്കുന്ന ഉപദേശിക്ക് കിടന്ന് കേൾക്കുന്ന വിശ്വാസം. ഞാൻ എൻ്റെ ദൈവമക്കളോട്, നിങ്ങൾ എന്നെ
ഇനി യോഗത്തിന് വിളിച്ചില്ല, ഞാനും കൊച്ചുകുഞ്ഞാനും തമ്മിലുള്ള ബന്ധം അതുപോലെ തന്നെ നിൽക്കും. ഈ യോഗത്തിൻ്റെ പുറത്തൊന്നും ആരെ ഇന്ന് വരെ സ്നേഹിച്ചിട്ടില്ല, നാളെ വിട്ട് താല്പര്യവുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ദൈവമക്കളോട് തുറന്ന് പറയാം, നമ്മൾ ആരാധിക്കാൻ വേണ്ടി ഇറങ്ങിയവരാണ്. നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നിങ്ങൾ കൂടുന്ന സഭയിൽ ആരാധനയില്ലെങ്കിൽ ഇന്ന് രാത്രി അവിടെ നിന്ന് ഇറങ്ങിക്കോ, ഇല്ലേ നിങ്ങൾ ഉറപ്പായിട്ട് നരകത്തിൽ പോകും. ഹല്ലേലൂയ. ഞാൻ പ്രസംഗിച്ച് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ? നമ്മൾ ആരാധിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒന്നുകൂടെ, നമ്മൾ ആരാധിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങിയതാണ്. ഇനി നാട്ടുകാർ മൊത്തം പറയുന്നത് പെന്തിക്കോസുകാർ ഒച്ച വെക്കുന്നവരാണ്. ഹല്ലേലൂയ. പണ്ട് കുറെ കൊതുക് കുഞ്ഞുങ്ങളെല്ലാം കൂടെ വൈകിട്ട് കൊതു കുടിക്കാൻ വേണ്ടി, ഈ ചോര കുടിക്കാൻ വേണ്ടി പിള്ളേരെല്ലാം കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പം കൊതുക് ചോദിച്ചു, എങ്ങോട്ടാടാ പോകുന്നത് ചോദിച്ചാൽ പറഞ്ഞു പെന്തിക്കോസിൻ്റെ യോഗം നടപ്പുണ്ട്, അവിടെ കയറി എല്ലാവരും വന്നിട്ടുണ്ട്, കുത്തിയേക്കാന്നോർത്ത് പോവാന്ന് പറഞ്ഞു. അന്നേരം അപ്പം പറഞ്ഞു, പെന്തിക്കോസുകാരുടെ യോഗത്തിനാണെങ്കിൽ പോകണ്ട, അവർ തുള്ളിക്കൊണ്ടായിരിക്കുന്നത്, കുത്താൻ ബാലൻസ് കിട്ടുകയല്ലെന്ന് പറഞ്ഞു. അന്നേരം പിള്ളേർ പറഞ്ഞ് അതൊക്കെ പണ്ടത്തെ പെന്തിക്കോസ, ഇന്നത്തെ അവന്മാർ ഇരുന്ന് തരുമെന്ന് പറഞ്ഞു കുത്താൻ. എത്ര ലിറ്റർ ഊറ്റിയാലും അവൻ കൈ മേടിക്കുകയല്ല. ഞാൻ ഒരു വാക്കൂടെ പറഞ്ഞു, ഇതൊക്കെ പറയുമ്പോൾ ആരെങ്കിലും 2 അടിച്ച് കിട്ടിയാൽ രക്ഷപ്പെട്ടില്ലേ. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ചർച്ചിൽ പ്രസംഗിക്കാൻ പോയി, ഒത്തിരി നേരം പ്രസംഗിച്ചിട്ടും ഒരു സ്തോത്രം പോലും പറയാത്തൊരച്ഛൻ യോഗത്തിൻ്റെ ഫ്രണ്ട് ഇരിപ്പുണ്ടായിരുന്നു. സാധാരണ ആളുകൾക്ക് ഇനി ഒരഭിഷേകവും ഇല്ലേലും എൻ്റെ കഷ്ടപ്പാട് കാണുമ്പോഴെങ്കിലും മുടിഞ്ഞു പോട്ടെന്ന് പറഞ്ഞ് ഒരെണ്ണം പറയും. അങ്ങനെ പോലും ഒരു കരുണ കാണിക്കാത്തൊരു മനുഷ്യൻ. അപ്പം ഞാൻ തിരിഞ്ഞേച്ച് അവിടുത്തെ പാസ്റ്ററോട് ചോദിച്ചു, അതെന്നാ സാധനമായിരിക്കുന്നത്? അന്നേരം പാസ്റ്റർ എന്നോട് ചോദിച്ചു, നിങ്ങൾ വന്നിട്ട് 3 മണിക്കൂറിലേ ആയുള്ളൂ, ഞാൻ ഇവിടെ വന്നിട്ട് 3 വർഷമായെന്ന് പറഞ്ഞു. എന്നാ അതിൻ്റെ അർത്ഥം? ഈ 3 വർഷത്തിനിടയ്ക്ക് ഇയാൾ സ്വോത്രം പറയുന്ന പാസ്റ്റർ കണ്ടിട്ടില്ല. ഏതായാലും ഞാൻ ആ യോഗം കഴിഞ്ഞ് വീട്ടിൽ പോയി. ഒരു 1.5 മാസം കഴിഞ്ഞ് അവരെന്നെ ഒരു വേറെ യോഗത്തിന് വിളിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും എൻ്റെ മനസ്സിൽ പറഞ്ഞു, ആ ഈജിപ്തിലെ പിരമിഡ് അവിടെ ഉണ്ടാകും. ചർച്ചിൽ ചെന്ന് പുൽപ്പിറ്റെ പാസ്റ്റർ ഉണ്ടോ നോക്കുന്നതിന് മുമ്പ് ഞാൻ ഈ അങ്കിളുണ്ടോയെന്നാണ് നോക്കിയത്. ഞാൻ കണ്ട കാഴ്ച എന്നാണെന്നറിയാം, കഴിഞ്ഞ യോഗത്തിൽ സിയോൻ പർവ്വതം പോലെ ഇരുന്ന മനുഷ്യൻ ഒരു കസേരയായിട്ട് കിടന്ന് ചാടുന്നു. ഇങ്ങനെ എൻ്റെ കണ്ണ് തെള്ളി. ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെങ്കിൽ ഇതെന്നാ പറ്റി? അന്നേരം പാസ്റ്റർ പറഞ്ഞ് 28-ാം തീയതി വരെ ഇങ്ങനെയായിരിക്കും, അത് കഴിഞ്ഞ് എങ്ങനെയാണെന്ന് ദൈവത്തിനെ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്നാ 28? അന്നേരം പറഞ്ഞു, അന്നാണ് ബയോപ്സിയുടെ റിസൾട്ട് വരുന്നത്. എനിക്കന്നാ മനസ്സിലായത്, ഒരു ശകലം ചെത്തി ബയോപ്സിക്ക് വിട്ട ഏത് പൊന്നിൻ്റെ മോനും തുള്ളുവെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പേടിച്ച് കൈയടിക്കുന്നതല്ല ആരാധന, അവനാരാന്നറിഞ്ഞ്. ഹല്ലേലൂയ. പോട്ടെ, യേശു കർത്താവ് നടക്കുകയാണ്. എങ്ങോട്ടാ നടക്കുന്നത്? യഹൂദന്റെ സ്വയാഹങ്കാരമായൊരു തോടുണ്ട്, 44 കൈത്തോടുകളുടെ അകമ്പടിയോടെ ലെബനൻ പർവ്വതത്തിന്റെ ഉച്ചിമുഴത്ത് കലിതുള്ളി വരുന്നൊരു തോടുണ്ട്, പേര് യോർദാൻ. മരണ യോർദാൻ എന്ന് ഓമന പേരിട്ട യോർദാന്റെ തീരത്തേക്ക് ശ്രദ്ധിക്കണം. യേശു നടന്നു ചെല്ലുമ്പോൾ യോർദാന്റെ തീരത്ത് ഒരു അതികായനായ മനുഷ്യൻ നിൽക്കുകയാ. ആരാ? ഒരു പുരോഹിതന് വയസ്സാം കാലത്ത് ദൈവം ദാനം കൊടുത്തൊരു വാഗ്ദത്ത സന്താനം, പേര് സ്നാപക യോഹന്നാൻ. കഠിന വാക്കുള്ള, കട്ടിപ്പുരികമുള്ള, കടുത്ത നെറ്റിത്തടമുള്ള, ക്രാരവ ശബ്ദമുള്ള ഒരു അസാധാരണനായ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ 4. 1, സർപ്പസന്തതിയായി വരുവാനുള്ള കോപത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോകുക. പ്രസംഗം 2, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാരഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. പ്രസംഗം 3, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രസംഗം 4, ഞാൻ നിങ്ങളെ വെള്ളത്തിലിറക്കും, അവൻ നിങ്ങളെ തീയിലിറക്കാൻ പോകുകയാണ്. യോഹന്നാൻ നോക്കുമ്പോൾ അതാ ഒരുവൻ നടന്നു വരികയാണ്. ആരാ നടന്നു വരുന്നെന്നറിയാമോ? തത്വത്തിന്റെ മുദ്ര. ആരാ വരുന്നെന്നറിയാമോ? ത്രിലോകത്തിന്റെ അധികാരി. ആരാ വരുന്നെന്നറിയാമോ? അമർത്യത ഉള്ളവൻ. ആരാ വരുന്നെന്നറിയാമോ? അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. യോഹന്നാൻ പേടിച്ചു. യോഹന്നാനോട് യേശു പറഞ്ഞു, അരുത് യോഹന്നാനെ, ഇത് ദൈവത്തിന്റെ ആലോചനയാണെന്ന് പറഞ്ഞ്. ഇതാണ് ഈ സുവിശേഷ പ്രസംഗത്തിന്റെ ഒരു പ്രത്യേകത. ഈ ജനം കൈയടിക്കുന്നിടത്ത് കടന്നുകൊണ്ട് കറങ്ങാൻ സുവിശേഷ പ്രസംഗത്തിന് പറ്റുകയില്ല. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നമ്മളിപ്പോൾ ഇതെന്ന് കർണടിക്കുന്നു, ഞാൻ ആത്മാവിലാവുമായിരിക്കും, ആർക്കറിയാം. ഹല്ലേലൂയ. ഞാൻ പണ്ട് ഒരിടത്ത് യോഗത്തിന് എന്ന് വെച്ച് നല്ല എർത്തുണ്ട് മൈക്കേല്.
ഒരു ആന്റി പ്രാർത്ഥിക്കാവുന്ന അവരുടെ നെറ്റിയെല്ലാം വേർതിരിക്കുക, അറിയാതെ ഇങ്ങനെ കൈമുട്ടിയത്. അവർ അങ്ങോട്ടും തെറിച്ചു, ഞാൻ ഇങ്ങോട്ടും തെറിച്ചു. കണ്ടവരെല്ലാം പറഞ്ഞു എന്തൊരു അഭിഷേകമാണ്. ഞാൻ പറഞ്ഞു KSEBക്കാ പോട്ടെ. ആമേ. യോഹന്നാൻ അതിശക്തമായി നിന്ന് പ്രസംഗിക്കുകയാണ്. യേശു കർത്താവ് ചെന്ന് യോഹന്നാന്റെ കൈ കീഴിൽ എൻ്റെ കർത്താവ് സ്നാനപ്പെടുകയാണ്. ആമേ. ഇവിടെ തൊട്ട് ഞാൻ ആ ചരിത്രത്തിന്റെ ഗൗരവങ്ങളിലേക്ക് തൊട്ട് വന്ന് മാർക്കോസ് 2 8:15 യോഗം തീരുകയും ചെയ്യും. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേട്ടോളൂ. യേശു കർത്താവ് ആമേ സ്നാനപ്പെട്ട് കരയ്ക്ക് കയറി 40 ദിവസങ്ങൾ ഉപവസിച്ചു. ഉപവാസ അനന്തരം യേശുവിനെ വിശന്നു. ആമേ. സാത്താൻ യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. ശ്രദ്ധിക്കണം, പരീക്ഷകൾ 3. ഒന്ന്, സാത്താൻ യേശുവിനോട് പറയുകയാ, നിനക്ക് വിശക്കുന്നില്ലേ? നിനക്ക് ജീവിച്ചിരിക്കണ്ടേ? ഒന്നുകൂടെ പറയട്ടെ, നിനക്ക് വിശക്കുന്നില്ലേ? നിനക്ക് ജീവിച്ചിരിക്കണ്ടേ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ 2 ചോദ്യം ചില ഭർത്താക്കന്മാർ ഭാര്യയോട് ചോദിച്ചിരുന്നെങ്കിൽ ഡിവോഴ്സ് ആകുകയില്ലായിരുന്നു. ഈ സെയിം ചോദ്യം ചില ഭാര്യമാർ ഭർത്താവിനോട് ചോദിച്ചിരുന്നെങ്കിലും ആ കുടുംബം തകരത്തില്ലായിരുന്നു. പിശാച് എന്നെ മിടുക്കനാ, നിനക്ക് വിശക്കുന്നില്ലേ? പറ, നിനക്ക് ജീവിച്ചിരിക്കണ്ടേ? 2 ചോദ്യം യേശുവിനോട് സാത്താൻ ചോദിക്കുമ്പോൾ യേശുവിന്റെ മറുപടി, സാത്താനെ, ഇത് അപ്പം നിന്ന് വയറ് നിറയ്ക്കാൻ ഇറങ്ങിയ തലമുറയല്ല, ഇത് വചനം കേട്ട് സ്വർഗത്തിൽ പോകാൻ. ആ കരമം അടിച്ചാമൻ പറയാമോ? അല്ലയോ നാട്ടുകാര്, സ്നാനപ്പെട്ടത് വീട് വെക്കാനല്ല. Oh my God! രക്ഷിക്കപ്പെടുന്നത്, സ്നാനപ്പെടുന്നത്, ആരാധിക്കുന്നത് വയറ് നിറയ്ക്കാൻ അല്ല. ഞങ്ങളുടെ ലക്ഷ്യം നിത്യതയാ. ഹല്ലേലൂയ. എത്ര പേരുടെ അകത്ത വാക്ക് കേറിയെന്നറിയത്തില്ല. ആമേൻ. ഞങ്ങൾ യേശുവിന്റെ പിറകെ ഇറങ്ങിയത് ഉദരപൂരണത്തിനല്ല, വീട് വെക്കാനല്ല, മക്കളെ കെട്ടിക്കാനല്ല, വണ്ടി മേടിക്കാനല്ല. പുതുനിയമസഭയുടെ ലക്ഷ്യം സ്ഥാപന ജംഗമ ഭൗമിക ഭൗതിക ഈ ലൗകിക ലോകത്തിന്റെ നന്മകളല്ല. ഞാൻ ഇനി അത് പറയും. ഇനി ഏതെങ്കിലും ഒരാൾ ആ പ്രസംഗം അവിടെ വെച്ച് വെട്ടിയാലും ഞാനത് പറയും. ഒന്നുകൂടെ പറയാം. ആമേ. യേശു തിരിച്ചെങ്കില് വെട്ടിത്തിളയ്ക്കുന്ന ചോര ഊറ്റി ദൈവസഭയ്ക്ക് അടിസ്ഥാനമിട്ടത് 5-ാം പട്ടയ്ക്ക് പാല് തുപ്പുന്ന 3.25 ഏക്കർ റബ്ബർ തോട്ടത്തിനല്ല. സെമി വെട്ടിഫൈഡും കടപ്പാക്കല്ലെ ഗ്രാനൈറ്റും അടിച്ചുരുട്ടിയ ഒരു വീടിന് വേണ്ടി അല്ല. ഇതിന്റെ ലക്ഷ്യം നിത്യതയാ. ഓ ഗാഡ്. എത്ര പേര് കർത്താവിന് ആമേൻ പറയുന്നുണ്ട്? അപ്പൊ നോർമലി ഈ കേൾവിക്കാരും മണ്ടന്മാരല്ലല്ലോ, പൊട്ടന്മാരും അല്ലല്ലോ. അപ്പൊ നോർമലി അവർ ചോദിക്കുന്നൊരു ചോദ്യം, പിന്നെ നിങ്ങൾ വീട് വെച്ചില്ലേ? വെച്ചു. വണ്ടി മേടിച്ചില്ലേ? മേടിച്ചു. കൊച്ചുങ്ങളെ പഠിപ്പിച്ചില്ലേ? പിന്നെ അടിപൊളി പഠിപ്പിച്ചു. അപ്പൊ പിന്നെ നിങ്ങളല്ലേ പറഞ്ഞത്? എന്നെ സഹായിക്ക. ഞാനൊന്നുകൂടെ തെളിച്ച് പറയാം. ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? യേശു ക്രൂശിൽ മരിച്ചതും പുതുനിയമസഭയുടെ ലക്ഷ്യവും ഉദരപൂർണമല്ലെന്നാ ഞാൻ പറഞ്ഞത്. ഇനി മലയാളത്തിൽ പറഞ്ഞു തരാം. കാർ ഓടിക്കുന്നത് കരിയില പറപ്പിക്കാനല്ല. പക്ഷെ കാർ ഓടിയാൽ 4 കരിയറ പറക്കും. അത് പ്രകൃതി നിയമമാണ്. ഹല്ലേലൂയ. ഒരുത്തൻ യേശുവിന്റെ പുറകെ ഇറങ്ങുന്നത് ഇതിനല്ല, പക്ഷെ മര്യാദയ്ക്ക് ഇറങ്ങിയാൽ. വേദപുസ്തകത്തിൽ എന്ന് പറയാം, യേശുവിന്റെ കൂടെ 3 ദിവസം ഇരുന്നവർക്ക് വൈകുന്നേരം ഭക്ഷിക്കാൻ കൊടുക്കണമെന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ കർത്താവ്. 3 ദിവസം കൂടെ ഇരുന്നവന്റെ വിശപ്പ് യേശു അറിഞ്ഞെങ്കിൽ കഴിഞ്ഞ 20 വർഷമായി അവന്റെ കൂടെ നടക്കുന്ന നിന്നെ ഹല്ലേലൂയ. നല്ലപോലെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മലർന്നു കിടന്ന് മേളിലോട്ട് നോക്കിയ സൂര്യഗ്രഹണം കാണുന്ന ഒരു പെരയ്ക്കകത്തുനിന്ന് 9 യൂണിറ്റ് അരി കൊണ്ട് 5 പേര് ജീവിച്ച ഒരു ഗതികെട്ട വീടിനകത്തുനിന്ന്
ഓടാത്തൊരു വാച്ച് ഉപ്പൂറ്റി നിലത്ത് മുട്ടുന്ന ചെരുപ്പുമായിട്ട് ഞങ്ങൾ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയ ഇന്നേക്ക് 40 വർഷത്തിന് മുമ്പ് തുരുമ്പടിച്ചൊരു ചരിത്രം എൻ്റെ ഓർമ്മയിലുണ്ട്. എൻ്റെ ഓർമ്മയിൽ കുമരകത്ത് കണ്ണാടിച്ചാലെന്ന് കോട്ടയം വരെ അച്ഛ തെറ്റാണ് ഇവരോട് പറയണം കേട്ടോ, ഇവൻ പറയുന്ന നുണയാണ്. ഈ ചിലർക്ക് ഈ ആളുകളെ കാണുമ്പോൾ നുണ വരും. കുമരകത്തുനിന്ന് കോട്ടയം വരെ ഞങ്ങളുടെ വണ്ടിക്കൂലി അന്ന് ₹1.80. അങ്ങനെ ₹1.80 വണ്ടിക്കൂലി ഇല്ലാത്തതിൻ്റെ പേരിൽ കോട്ടയം തിരുനക്കര മൈതാനത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഒരു കൺവെൻഷൻ പോലും മുടക്കാത്തവരാ ഞങ്ങൾ. ഒരാമയും പറയുന്ന സ്വന്തമായിട്ട് കയ്യിൽ ആമേനില്ലേ, എവിടുന്നെങ്കിലും വായ്പയെങ്കിലും മേടിച്ചു പറ. ഇന്ന് എൻ്റെ ഓർമ്മയിൽ എൻ്റെ അപ്പൻ ഒരു യോഗം പോലും മുടക്കാറില്ല. ഇന്ന് 75 വയസ്സായെന്നാണ് ഞങ്ങളുടെ അപ്പൻ അവകാശപ്പെടുന്നത്. കാര്യം ഞങ്ങളുടെ അപ്പൻ്റെ വയസ്സ് നിശ്ചയിക്കാൻ പറ്റില്ല, ഓരോ ദിവസവും ഓരോ വയസ്സാണ് പറയുന്നത്. ഹല്ലേലൂയ. 75 വയസ്സുള്ള എൻ്റെ അപ്പൻ എൻ്റെ അമ്മേനെയും പുറകെ വെച്ചുകൊണ്ട് 65 കിലോമീറ്റർ സ്കൂട്ടർ ഓടിച്ച കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകുന്നത്. ആ മനുഷ്യനൊരു മടുവിയോ. നമ്മളാണെങ്കിൽ ഒരു 5 വർഷം സഭാചാരത്തിലൊക്കെ ഇരുന്ന പിന്നെ എന്നേക്കും കുലുക്കാത്ത സിയോൻ പർവ്വതം പോലെ. ഹല്ലേലൂയ. ഒരാമയും പറഞ്ഞു തരുത് യോവക്കൾ. ഞാൻ ഓർക്കുന്നുണ്ട് ഈ വരുമ്പോൾ ഒരു ഇച്ചിരി കാര്യം പറഞ്ഞേക്കാം. കോട്ടയത്ത് IPC നോർത്ത് ആൻഡ് സൗത്ത് ഡിസ്ട്രിക്റ്റിൻ്റെ 38 സഭകളുണ്ടായിരുന്നു എൻ്റെ ഓർമ്മയിൽ. 2 ഡിസ്ട്രിക്റ്റും കൊണ്ട് ഒരുമിച്ച് നിന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് തിരുനക്കര മൈതാനത്ത് കൺവെൻഷൻ നടക്കുമ്പോൾ ആ പന്തലിൻ്റെ കാവൽക്കാരനായിരുന്നു എൻ്റെ അപ്പൻ. അന്ന് ഇന്നത്തെ പോലെ ഒരു ദിവസവും 1.5 ദിവസം 2-2.25 ദിവസം അന്ന് കൺവെൻഷൻ. അന്ന് കൺവെൻഷൻ വെച്ചാൽ 7 ഇല്ലേ വെക്കുകയില്ല. 7 ദിവസം കൺവെൻഷൻ വെച്ചാൽ 1-ാം ദിവസം വരുന്നവൻ രാജാവാണേലും മന്ത്രിയാണേലും സാഹിബാണേലും ഇന്ത്യൻ ആണേലും പ്രസംഗിക്കേണ്ടത് രക്ഷയാണ്. 2-ാം ദിവസം വരുന്നവൻ സ്നാനം, 3-ാം ദിവസം വരുന്നവൻ അഭിഷേകം, 4-ാം ദിവസം വരുന്നവൻ വേർപാട്, 5-ാം ദിവസം വരുന്നവൻ കൂട്ടായ്മ, 6-ാം ദിവസം വരുന്നവൻ അപ്പം നുറുക്കും പ്രാർത്ഥനയും, 7-ാം ദിവസം വരുന്നവൻ ആരാണേലും യേശുവിൻ്റെ മടങ്ങി വരവ് പ്രസംഗിക്കണം. അങ്ങനെ അന്നൊരുത്തൻ കൺവെൻഷൻ ഗ്രൗണ്ടിൽ നിന്ന് ചർച്ചിൽ കയറിയാൽ അറിയേണ്ടതെല്ലാം അറിഞ്ഞുകൊണ്ടാ ചർച്ചിനകത്ത് കയറുന്നത്. ഞാൻ വേറൊരു രാജ്യത്ത് നിന്ന് സ്നാനപ്പെടുത്താൻ വേണ്ടി സ്നാനക്കുളത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു കൊച്ചി ചിരിച്ചുകൊണ്ട് സ്നാനപ്പെടാൻ ഇറങ്ങി വരിക. അപ്പം ഞാൻ ആ കൊച്ചിൻ്റെ തലയ്ക്ക് വെച്ച് ചോദിച്ചു, രക്ഷിക്കപ്പെട്ട ഡേറ്റ് ഓർമ്മയുണ്ടോ? കൊച്ചിൻ്റെ മറുപടി, 2-ാം ക്ലാസ് തൊട്ടേ ഞാൻ ഈ ചർച്ചിലുണ്ടെന്ന്. ഞാൻ പറഞ്ഞു കയറിപ്പോടി എന്ന് പറഞ്ഞു മേളിലോട്ട്. കാര്യം ചാകാത്തന്നെ കുഴിച്ചിട്ട് ക്രിമിനൽ കുറ്റം എൻ്റെ തലയിലാണ്, കയറിപ്പോകാൻ പറഞ്ഞു വേഗം. പെന്തിക്കോസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ? പെന്തിക്കോസിൽ സ്നാനമേ നടക്കുന്നുള്ളൂ, രക്ഷിക്കപ്പെടില്ല, നടക്കുന്നില്ല. ഒരാമയും പറയുന്ന എൻ്റെ മകന് 13 വയസ്സുണ്ട്. ഞാൻ ചെന്നിച്ച് അവനോട് പറയാ, കുഞ്ഞേ അപ്പ ലോകം മുഴുവൻ പ്രസംഗിച്ച് നടക്കുക, നീ സ്നാനപ്പെട്ടു എന്ന് നാട്ടുകാർ ചോദിച്ചാൽ ഞാൻ എന്നാ പറയോ? അതുകൊണ്ട് മക്കള് സ്നാനപ്പെടണം കേട്ടോ. അങ്ങനെ നാട്ടുകാരുടെ വഴി തുണി തിരുകാനുള്ള ശുശ്രൂഷയല്ല സ്നാനം. രക്ഷിക്കപ്പെട്ടവനെ സ്നാനപ്പെടാവൂ. ഹല്ലേലൂയ. ഞാൻ ഇൻക്ലൂഡ് മീ, ഞാൻ ഉൾപ്പെടെ ഞങ്ങളെ ഉപദേശിമാരെയൊക്കെ 5 വർഷമോ 3 വർഷമൊക്കെ ഒരു ചർച്ചിലിരുത്തി അവസാനം ഞങ്ങളെ കൊണ്ട് നോക്കിയിട്ട് ഒന്നും നടക്കാതെ വരുമ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. സെക്രട്ടറിയുടെ ഒരു കൊച്ചിനെയും ഖജാൻജിയുടെ 2 കൊച്ചിനെയും പിന്നെ കമ്മിറ്റിക്കാരൻ്റെ ഒരു കൊച്ചിനെയും കൂടെ പിടിച്ച് മുക്കിയേച്ച് ഞങ്ങളൊരു ഓട്ടമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ എവിടെയോ പ്രസംഗിച്ച് പറഞ്ഞു, പൗലോസ് മെലീത്ത ചെന്നപ്പോഴേ പാമ്പ് കടിച്ചു. നിങ്ങൾ ആ പാമ്പിനോട് ഇതിനെ ചെന്നപ്പോഴേ കടിക്കുന്നത്. പാമ്പ് പറഞ്ഞു, ഇവനെ ഒരു ദിവസം അഴിച്ചു വിടാൻ പറ്റുകയില്ല. ചിലർ എന്ന് 20 വർഷമായിട്ട് ഒരു നീർക്കോലി പോലും ഒരെ കടിച്ചിട്ടില്ല. ഹല്ലേലൂയ. ആമേൻ. പോട്ടെ, ദൂതന്റെ ഗൗരവത്തിലേക്ക് ഞാൻ ഓടിക്കേറി വരാം. സന്തോഷത്തോടെ രാമയെ പറഞ്ഞാട്ട്, പുതുനിയമസഭ ഉദരപൂർണത്തിനുള്ളതല്ല. യേശുവിനെ ഒരാൾ വൃത്തിയായി സേവിച്ചാൽ അവന്റെ തലമുറ തെണ്ടാതിരിക്കാനുള്ള ദൈവം അവന് വേണ്ടി ചെയ്തു കൊടുക്കും. പരീക്ഷ 2. യേശുവിനെ ദേവാലയ ഗോപുരത്തിന്, ഞാൻ പെട്ടെന്ന് പോവാണ്, ദേവാലയ ഗോപുരത്തിന് മേളിൽ കേട്ടിച്ചു. സാത്താൻ പറയാ, ചാടിക്കോ, എന്റെ ഓളി എങ്ങാനും കുറച്ച. ദേവാലയ ഗോപുരത്തിന്റെ മേളിൽ കെട്ടിച്ചറിഞ്ഞ് ചാടിക്കോ, ദൂതന്മാർ നിന്നെ പിടിച്ചോളൂ എന്ന്. അയ്യോ, നമ്മളെങ്ങാനും ആണെങ്കിലും ഉണ്ടല്ലോ, എൻ്റെ കൊച്ചോ പാസ്റ്ററെ, സാത്താനെ കാണിക്കാൻ വേണ്ടി ഒരു ചാട്ടം ചാടും. പലരും മുടിഞ്ഞത് എവിടെയാണെന്നറിയോ? സാത്താനെ കാണിക്കാൻ വേണ്ടി ചാടിയപ്പോഴാ. ഓ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഹല്ലേലൂയ. ഈ നീ ചാടിക്കോ, നിന്നെ ദൂതന്മാർ പിടിച്ചോളൂ എന്ന് പറഞ്ഞത് സാത്താനാ. ഈ സാത്താൻ എന്നാ നമ്മുടെ ഓഡിയൻസ് ആയത്?
ഹല്ലേലൂയ. ദൈവം നിന്നെ പിടിക്കുമെന്ന് സാത്താനെ കാണിക്കേണ്ട ആവശ്യം എന്താ? ഒരാമയും പറഞ്ഞ് എന്നെ ഒന്ന് സഹായിക്കും. ഹല്ലേലൂയ. യേശു സാത്താനോട് പറഞ്ഞ എന്നാന്നറിയാമോ? ദൈവത്തെ പരീക്ഷിക്കരുത്. അതിന്റെ മലയാളം പറയാം, പിടിക്കുമോ എന്നറിയാൻ ചാടി നോക്കുന്ന പണി ഞങ്ങൾക്കില്ല. ആ കരമൊന്ന് ഉയർത്തി ഒരാമയും പറഞ്ഞാട്ടെ. ആമെ പിടിക്കുമോ എന്നറിയാൻ ഞങ്ങൾ ചാടി നോക്കുകയില്ല. കാരണം അവൻ ഞങ്ങളെ കൈവിടത്തില്ല. രക്ഷിക്കപ്പെട്ട ദൈവമൈതലേ, അവൻ നിന്റെ കുടുംബത്തെ കൈവിടുകയില്ല. അവൻ നിന്റെ തലമുറയെ കൈവിടുകയില്ല. നല്ലപോലെ ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ദൈവത്തെ പരീക്ഷിക്കരുത്. ഞാൻ ഒരു വാക്കിൽ, സമയം പോകുന്ന എന്നെ വെപ്രാളം പിടിപ്പിക്കുന്നുണ്ട്, ഒരു വാക്കിൽ ഞാൻ അബ്രഹാമിനെ കുറിച്ച് പറയാം. മെസൊപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ നിന്ന് അബ്രഹാം ഇറങ്ങിത്തിരിക്കുക. അച്ചിലിട്ട് ദൈവത്തെ ഉണ്ടാക്കി വിറ്റ് ജീവിച്ച ആ പാവം മനുഷ്യനെ ഊരിൻ്റെ അകത്തുനിന്ന് ദൈവം വെളിയിൽ കൊണ്ടുവരും. മെസൊപ്പൊട്ടോമിയ, നിങ്ങളെ മെസൊപ്പൊട്ടോമിയയെ കുറിച്ച് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്ക്. അന്നത്തെ കാലത്തെ ആകാശം മുട്ട നിൽക്കുന്ന സംസ്കാരമാണ് അവരുടേത്. ആകാശം മുട്ട നിൽക്കുന്ന സംസ്കാരത്തിന്റെ അകത്തുനിന്ന് ഒരു മനുഷ്യൻ എന്നോട് കൂടെ വന്നേ, പ്രാർത്ഥിച്ചുകൊണ്ട് വന്നേ, ഒരു മനുഷ്യൻ പുറത്തിറങ്ങി ദൈവത്തിന്റെ പുറകെ ഇറങ്ങി തിരിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചേ, ഒരു മറുപടിക്ക് വേണ്ടി 24 വർഷം കരയേണ്ടി വന്നു. അച്ഛാ, ഈ പൊൻകുന്നത്തോ ഈ കോട്ടയത്തോ അല്ലെങ്കിൽ ഈ കേരളത്തിലോ ഒരു ചർച്ചിൽ പോയിട്ട് 24 വർഷം ഒരു വിഷയത്തിന് മറുപടി ഇല്ലെങ്കിൽ അവരെ പിന്നെ അവിടെ കാണുക. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ 24 വർഷത്തിനിടയ്ക്ക് 26 സഭയൊരു മാറും. നാളാരാണ്ട് പറഞ്ഞ പോലെ ഞങ്ങളുടെ പറമ്പിൽ നിന്നാ സൂര്യനെ കാണാന്ന് പറഞ്ഞു. എടാ, സൂര്യനെ കാണാൻ ഒരുത്തൻ്റെ പറമ്പിൽ പോകണ്ട, മേളിലോട്ട് നോക്കിയാൽ മതി, സൂര്യനെ കാണാം. മനസ്സിലായോ? 24 വർഷം, 25ാമത്തെ വർഷം. എന്നെ കേൾക്കണേ പ്ലീസ്. ഒരു കൊച്ചിനെ കൈലോട്ട് കിട്ടിയപ്പോൾ ആ കൊച്ചിനെ ഒരു കൈ കൊണ്ട് താരാട്ട് പാടിയേച്ച് മറ്റേ കൈ കൊണ്ട് അബ്രഹാം എഴുതി വെച്ചു, എൻ്റെ ദൈവം താമസിച്ച് പ്രവർത്തിക്കുന്ന ദൈവം. കാര്യം എന്നാ? 24 വർഷം കഴിഞ്ഞു. എന്നാൽ കുറെ നാൾ കഴിഞ്ഞപ്പോ ഈ കൊച്ചിനെ കൊണ്ട് മോറിയ മലയുടെ മേളിൽ കയറിയേച്ച് കയ്യും കാലും ബന്ധിച്ചേച്ച് മൂർച്ചയുള്ള വാള് മേളിലോട്ട് ഇങ്ങനെ പൊക്കിയപ്പോ ദൈവം, അബ്രഹാമേ, ബാലനെ തൊടരുത്. അബ്രഹാം ഓടി വന്ന് പേന എടുത്ത് താഴെ എഴുതി, എന്റെ ദൈവം താമസിച്ച് പ്രവർത്തിക്കുന്ന ദൈവം മാത്രമല്ല, അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാ. ഇനി കേട്ടോണം. കുറച്ചു നേരം കഴിഞ്ഞ് ആ ശബ്ദം കേട്ടിടത്തോട്ട് അബ്രഹാം ചെന്നപ്പോ കണ്ടത് ഒരു കൊമ്പിൽ ഒരാമ വള്ളി ചുറ്റി ഒരാട് കിടക്കുകയാ. വള്ളി ചുറ്റുന്ന പരുവത്തിൽ ആടിന് കൊമ്പുണ്ടാകണമെങ്കിൽ 6 മാസം പ്രായം വേണം. അബ്രഹാം അടുത്ത പേരെടുത്തെഴുതി, എന്റെ ദൈവം താമസിച്ച് പ്രവർത്തിക്കുന്ന ദൈവം. 2, എന്റെ ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവം. 3 അവൻ എഴുതി, എന്റെ ദൈവം നേരത്തെ പ്രവർത്തിച്ച്. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ. കരമടിച്ച് എന്റെ ദൈവം നേരത്തെ. ഏതൊക്കെയോ തലമുറകൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ച്. ബന്ധം ശക്തമാണെങ്കിൽ പരീക്ഷണമില്ല. 3ാമത്തെ പരീക്ഷ, എന്നെ ഒന്ന് ആരാധിക്കാമെങ്കിൽ 5 ഭൂഖണ്ഡത്തിന്റെ ആധാരം തരാം. ഹലോ, എന്നെ ഒന്ന് വർഷിപ്പ് ചെയ്താൽ മതി. എത്ര പ്രാവശ്യം? സഹായിക്കേ, ഒറ്റ പ്രാവശ്യം ഒന്ന് വർഷിപ്പ് ചെയ്താൽ മതി. 5 ഭൂഖണ്ഡം. പൊൻകുന്നത്ത് 9 സെന്റ് സ്ഥലം തരാന്നല്ല പറഞ്ഞത്, എരുമേലി 3 ഷട്ടർ തരാന്നല്ല പറഞ്ഞത്. ഒറ്റ വർഷിപ്പ് 5 ഭൂഖണ്ഡത്തിന്റെ ആധാരം തരാം. നിങ്ങൾക്ക് ഇത് വല്ല മനസ്സിലാവണുണ്ടോ? ഒരാരാധനയുടെ വില
5 ഭൂഖണ്ഡത്തെക്കാൾ കൂടുതലാണ്. ഹല്ലേലൂയ. ഒരൊറ്റ ആരാധനയുടെ വില ചുമ്മാ 10 മണിക്ക് സഭയോ തുടങ്ങുമ്പോ അബദ്ധത്തിൽ 11 മണിക്ക് ഒരു ദിവസം യോഗത്തിന് വരുന്നവരുണ്ട്. വണ്ടി കിട്ടാതെയോ ടയറ് പൊട്ടിയോ. സ്ഥിരം 11 മണിക്ക് വരുന്നവരില്ലേ? ഇല്ലേ? 1 മണിക്കൂർ കർത്താവിന്റെ കവർന്നു. ആ 1 മണിക്കൂർ നിന്നോട് ശ്വാസം വലിക്കേണ്ടെന്ന് കർത്താവ് പറഞ്ഞാലോ, പിന്നെ പന്തലായി, പാട്ടായി, റോബസ്റ്റപ്പഴമായി, വടയായി. അയ്യോ എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ നുണ പറയേണ്ടി വരുന്ന സ്ഥലമായി മരണ വീട്. ഒരച്ഛൻ ചത്ത് കിടക്കുമ്പോൾ ഇയാൾ വൃത്തികെട്ടനായിരുന്നെന്ന് പറയാൻ പറ്റുമോ? അല്ല, സത്യം പറയാൻ പറ്റുമോ? അയ്യോ, അയാളെ പിന്നെ പുകഴ്ത്തി കർത്താവ് പോലും ചിലപ്പോൾ മാറി നിൽക്കും. നാള് ഒരച്ഛൻ മരിച്ചു കിടന്നപ്പോൾ പാസ്റ്റർമാരെല്ലാം കൂടെ പുകഴ്ത്തി നേരെ അമ്മാമ്മ മൂത്ത മോനോട് ചോദിക്കാൻ, നമ്മുടെ പപ്പ തന്നെയാണോ എന്നോ നോക്കടാന്ന്. കാര്യം ഇത് അതിനുള്ള ആളില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി. നിങ്ങൾ തന്നെ ഞാൻ പറഞ്ഞ ആദ്യത്താണെങ്കിൽ നിങ്ങൾ എന്നോട് പൊറുക്ക്, സത്യമാണെങ്കിൽ ഏറ്റെടുക്ക്. ഹല്ലേലൂയ. സ്ഥിരം കർത്താവിന് ആകെ ഞായറാഴ്ച കിട്ടുന്ന 3 മണിക്കൂറാണ്. അതിനകത്ത് ഓരോ മണിക്കൂർ അങ്ങ് വിഴുങ്ങുക. എത്ര ഒരുങ്ങിയാലും ഇവർ 11 മണി കഴിഞ്ഞേ വരത്തുള്ളൂ. എന്നെങ്കിലും ഒരു ദിവസം കർത്താവ് നിന്നെ പിടിക്കും. അയ്യോ, നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. എന്നെങ്കിലും ഒരു ദിവസം കർത്താവ് പിടിക്കും. അന്ന് മറുപടി പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചേർന്നൊരു നല്ല ആമയം പറഞ്ഞാട്ടത് നമുക്ക് ഓട്ടെ. എൻ്റെ ദൗത്യത്തിലേക്ക് ഞാൻ ഈ യോഗം കൊണ്ട് വേഗം മുൻപോട്ട് പോവുകയാണ്. ഈ റാന്നിയിലൊരു അമ്മച്ചീനെ പാസ്റ്റർ ആരാധനയ്ക്ക് വിളിച്ചപ്പോൾ ശനിയാഴ്ച ഈ പാസ്റ്റർമാരെല്ലാം ഒരു വിളിയുണ്ടല്ലോ, നിങ്ങളെല്ലാവരും എന്നെ നോക്കുന്നുണ്ടോ? ഹല്ലേലൂയ, ആമേൻ. വിളിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് സ്റ്റെപ്പ് കയറാൻ മേലെ പാസ്റ്ററെ, കാലിൻ്റെ പുറകിലത്തെ മസിലിന് വേദനയാന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റെപ്പ് ആകെ 7 സ്റ്റെപ്പേ ഉള്ളൂ, ചർച്ചിലോട്ടൊന്ന് ഓർത്തോണം. ഞാൻ പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞു, എന്നാൽ പിന്നെ ആയിക്കോട്ടെ അമ്മ, അതിൻ്റെ അടുത്ത ഞായറാഴ്ച കാണാം. ഞങ്ങൾക്ക് അങ്ങനെയേ പറ്റുള്ളൂ. ചൂടായാൽ പിന്നെ ഒരു മേലെ ഇവിടെ വരികയില്ല. കാര്യം ചൂടാകാത്ത പാസ്റ്റർ അപ്പുറേ ഉള്ളത് കൊണ്ട്. പക്ഷേ പിറ്റേ ദിവസം ഈ വെള്ളം പൊങ്ങി വന്നു. റാന്നിയിലെ വെള്ളപ്പൊക്കം ഓർക്കുന്നില്ലേ? വെള്ളം പൊങ്ങി വന്നപ്പോൾ ഈ കാലിൻ്റെ മസിൽ വേദനയുള്ള ആൻറ്റി എലിവാണം വിട്ടതുപോലെയാണ് 3-ാം നിലയിലോട്ട് പോയത്. അപ്പം നിങ്ങൾ ഇത് പറയുന്നതാണോ കുറ്റം? എൻ്റെ പൊന്നങ്കിളുമാരെ, എൻ്റെ ആൻറ്റിമാരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരാധന എന്നുള്ള വിഷയത്തിൽ കോംപ്രമൈസ് ഇല്ല. അവിടെ പണ്ഡിതനില്ല, പാമരനില്ല, രാജാവില്ല, മന്ത്രിയില്ല, ഒന്നുമില്ല. അവിടെ പാസ്റ്ററും ഇല്ല, വിശ്വാസിയില്ല. എല്ലാവരും ആരാധിക്കണം. കൈ ഉയർത്തര് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അങ്ങനെ സാത്താന്യ പരീക്ഷണ പർവ്വതങ്ങളുടെ കൊമ്പൊടിച്ച് യേശു കർത്താവ് അവനോട് എന്നെ നോക്കാൻ പറഞ്ഞു. എടാ എന്നെ നോക്കിയടാ, എടാ പാസങ്ങളിലെ നോക്കടാ. അവൻ നോക്കുക, അവനറിയാം ഇവിടെ നിന്ന് സാധനം വരുന്നുണ്ടോന്ന് അറിയാം. ഹല്ലേലൂയ, യാ റൈറ്റ്. സാത്താന്യ പരീക്ഷണം കണ്ടോ, അവന് മനസ്സിലായി. കണ്ടോ വിട്ടുപോകുന്ന പൂക്ക് കണ്ടോ, ആ വണ്ടി കോട്ടയം. എൻ്റെ പൊന്നെ, ഇയാളൊക്കെ എന്ത് സമാധാനമുണ്ട്. ഞങ്ങളുടെ ചർച്ചയിൽ ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൈക്കിനകത്തോട് ഒച്ച കേൾക്കുന്നില്ല. ഞാൻ നോക്കുമ്പോൾ എൻ്റെ കേബിൾ ഊരിപ്പിടിച്ചുകൊണ്ട് ഒരുത്തം നിൽക്കുക. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എൻ്റെ ആശ്വാസമാണ്. ഹല്ലേലൂയ. പോട്ടെ. യേശു കർത്താവ് പരീക്ഷണങ്ങളെ ജയിക്കുന്നു. പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ഒന്നാമത്തെ അടയാളം. സാത്താന് പോലും വിമർശിക്കാൻ അനുവാദമില്ലാത്ത 37 അത്ഭുതങ്ങളാണ് എൻ്റെ യേശു ചെയ്തത്. 37 അത്ഭുതങ്ങൾ. 1, യായിറോസിന്റെ മകളെ വീട്ടിൽ വെച്ച് ഉയർപ്പിച്ചു. 2, വിധവയുടെ മകനെ റോട്ടിൽ വെച്ച് ഉയർപ്പിച്ചു. 3, ലാസറിനെ വീട്ടിലുമല്ല റോട്ടിലുമല്ല കല്ലറയ്ക്കകത്തുനിന്ന് ഉയർപ്പിക്കുകയാ. നാട്ടുകാരെ, എവിടെ നഷ്ടപ്പെട്ടാലും അവിടെ വന്ന് തിരിച്ചു തരാൻ എന്റെ കർത്താവ് ശക്തനാ. ഇന്ന് രാത്രി എനിക്കറിയില്ല, വീടുകളിൽ ഉണ്ടായ നഷ്ടങ്ങൾ യേശു നികത്താൻ പോകുകയാ. റോട്ടിലുണ്ടായ നഷ്ടം
മൂന്ന് മരിച്ചവരെ യേശു ഉയർപ്പിക്കുന്നു. അടുത്തത് 3 കുരുടന്മാർക്ക് യേശു കാഴ്ച കൊടുക്കുന്നു. യേശു കണ്ട കുരുടനും കൊണ്ട് കാണിച്ച കുരുടന്, യേശുവിനെ കണ്ട കുരുടന് നിലത്തുതുപ്പി ചേറുണ്ടാക്കി ചേറുവാരി കണ്ണിൽ പുരട്ടി 4 കുന്നിനെ തഴുകി വരുന്ന ശീലോഹാങ്കുളത്തിന്റെ തണുത്ത വെള്ളം തട്ടി മുഖത്തൊഴിക്കുമ്പോൾ മണ്ണ് ചാടിക്കേറി കണ്ണാകുന്നത് ലോകം കണ്ടതാ. ഇനി കേൾക്കണോ, ഒരാൾ കുളത്തിന്റെ കരയിൽ കിടക്കുകയാ. എത്ര ദിവസം? 38 വർഷം. ചെന്നപ്പോ 20 വയസ്സുണ്ടെങ്കിൽ ഇപ്പോൾ അവൻ 58 വയസ്സായി. ഒരു ജീവപര്യന്തം 12 വർഷം. 13 36 2 38. അവൻ ഒരു വർഷം ദൂതൻ കുളം കലക്കുന്നത് 3 പ്രാവശ്യമാണ്. അവന്റെ മുമ്പിൽ ദൂതൻ 114 പ്രാവശ്യം കുളം കലക്കി. എന്നിട്ടും അവന് വിടുതലില്ല. എന്നാൽ ഒരു കാര്യം കേട്ടോണം, ദൂതൻ 114 പ്രാവശ്യം ഇറങ്ങിയിട്ട് നടക്കാത്തത് എന്റെ യേശു ഒരൊറ്റ. ഒന്ന് ആരാധിക്ക യേശു. എനിക്കറിയില്ല, യേശു ഇന്ന് രാത്രി ഇവിടെ ചിലതിനെ അഴിച്ചുവിടാൻ, ചിലതിനെ ഉയർപ്പിക്കാൻ. അങ്ങനെ അനുസ്യൂതം ഒഴുകുന്ന നദി പോലെ യഹൂദിയ, ഗലീലിയ, ശമരിയുടെ മണ്ണുകൾ പ്രകമ്പനം കൊള്ളുകയാണ്. ഉള്ളങ്കിയും നീളങ്കിയും മാതളപ്പഴവും മണിയും അരക്കെട്ടും നടുക്കെട്ടും നീലനൂലും ധൂമ്രനൂലുമായി പാർശ്വത്തിൽ 10 കൽപ്പനയും മറുപാർശ്വത്തിൽ 12 ഗോത്രങ്ങളുടെ പേരുമായി കിണ്ണത്തിൽ ചോരയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഭൂതായ പൗരോഹിത്യ വൃന്ദം വിറയ്ക്കുകയാണ്. കാരണം എന്തെന്നറിയാമോ? ഒരു നസറത്തുകാരൻ യെരൂശലേമിനെ ഇളക്കുകയാണ്. പോട്ടെ. അങ്ങനെ ഏതാണ്ട് 37 അത്ഭുതങ്ങൾ. അക്കൂട്ടത്തിൽ വളരെ ഗൗരവമായിട്ട് പരിശുദ്ധാത്മാവ് തന്ന ഒരു ഗൗരവമുള്ള സംഭവം ആമേ അത്യാവശ്യം ഒന്ന് തൊട്ട് പറഞ്ഞിട്ട് എത്ര പേര് സന്തോഷത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ. കാര്യം ഇന്ന് രാത്രി നാം ഇരിക്കുന്നത് യേശുവിന്റെ ക്രൂശിനെ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. ഏതാ സംഭവം? മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം. ആ 2-ാം അധ്യായത്തെ ഒന്ന് സ്കാൻ ചെയ്യുമ്പോൾ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു 6 കൂട്ടം കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് 1-ലൂടെ 2-ലൂടെയൊക്കെ ഒന്ന് കയറി യേശുവിന്റെ ക്രൂശിലെത്തി പ്രാർത്ഥിക്കാം. സന്തോഷമാണെങ്കിൽ ഒരു ആമേൻ പറയാമോ? ഒന്ന്, കഫർനഹൂം എന്ന് പേരുള്ള ഒരു പട്ടണമാണ് കഫർനഹൂം. കഫർനഹൂമിനെ കുറിച്ച് 4 ദൂതുകളുണ്ട് ബൈബിളിൽ. 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, കഫർനഹൂം എന്ന് പറയുന്ന ഒരു പട്ടണം. ആ അധ്യായത്തിലെ 2-ാമത്തെ പ്രതിപാദ്യ വിഷയം ജീവിതത്തിന്റെ നടവഴികളിലോ ഇടവഴികളിലോ ആകാശം മുട്ട നിൽക്കുന്ന സ്വപ്നം പേറി ജനിച്ചു വീണ ഏതോ ഒരു ചെറുപ്പക്കാരൻ അവന്റെ മേൽ ബാധിച്ച ഒരു രോഗത്തിന്റെ പേര് തുരുമ്പടിച്ചൊരു ഇരുമ്പ് തണ്ണ് പോലെയോ ക്ലാവ് പിടിച്ചൊരു പാത്രം പോലെയോ ജീവിതത്തിന്റെ സ്വപ്നം മുക്കോണം മുടിഞ്ഞുമ്മം കുരുത്ത ഒരു പാവം ചെറുപ്പക്കാരൻ. അവനെ മാർക്കോസ് വിളിക്കുന്ന പേരാണ് പക്ഷപാതക്കാരൻ. ഇന്ന് രാത്രി ഞാനിത് പ്രസംഗിക്കുമ്പോൾ വീടിന്റെ സിറ്റ് ഔട്ടിലോ വീടിന്റെ ടെറസിലോ വഴിവക്കിലോ നിന്നോണ്ട് ജീവിതത്തിന്റെ സ്വപ്നം തകർന്നു പോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിന്നെ മാറോട് ചേർത്ത് പിടിക്കാൻ, നിന്നെ പണിയാൻ, നിന്നെ രക്ഷിക്കാൻ. ഞാൻ എല്ലായിടത്തും പറയുന്ന എന്റെ സാക്ഷ്യം ഒരു 4-5 മിനിറ്റ് ഒന്ന് തൊട്ടുവിടാം. ആമേ. കൊച്ചുഞ്ചാനൊക്കെ അത് കേൾക്കണം. കൊച്ചും പാസ് റവറൻറ്റിന്ന് വിളിക്കണോ? അച്ഛാ വേണോ? വേണ്ട. അത് എനിക്കത് വരികയില്ല. കാര്യം പണ്ടോട്ട് വിളിച്ചത് അങ്ങനെ ആയതുകൊണ്ടാ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടോണം. ഇന്നേക്ക് 39 വർഷം പഴക്കമുള്ള ഒരു ഗതികെട്ട രാത്രി വീടിന്റെ തിണ്ണയിൽ, തിണ്ണ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. എല്ലാവരും ഇപ്പൊ ഫ്ലോറിഡയിൽ നിന്ന് വന്നതല്ലേ. അന്നത്തെ ഭാഷയാ. തിണ്ണ, അരപ്ലേസ്, ഉത്തരം, കഴുക്കോല്, മോന്തായം, ഇതൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ല. നോട്ട് ഓൺലി ബട്ട് ഓൾസോ വി ക്യാൻ ഫൈൻഡ് ഇറ്റ്.
ഇപ്പൊ ഏത് പിള്ളേർ വർത്താനം പറഞ്ഞാലും ബിക്കോസ് കൂട്ടിയേ പറയത്തുള്ളൂ. ഇനി അതെന്നാ കോസാന്ന് ദൈവത്തിനറിയാം. ഏതായാലും നമുക്ക് തോതിലേക്ക് വരാം. 39 വർഷം മുമ്പുള്ള ഒരു വല്ലാത്ത രാത്രി, മുച്ചോട് കത്തി നിൽക്കുന്ന നിലവിളക്ക്, ഞാനും എൻ്റെ വല്യപ്പനും എൻ്റെ അപ്പൻ്റെ അപ്പനും കൂടെ അതിവേഗതയിൽ സന്ധ്യാനാമം ചൊല്ലുകയാണ്. അടുപ്പത്ത് കഞ്ഞി വെട്ടിത്തിളയ്ക്കുന്നുണ്ട്, വയറിനകത്ത് വിശപ്പ് ആളിക്കത്തുന്നുണ്ട്. നാമം ചൊല്ലി തീർത്താൽ കഞ്ഞി കുടിക്കാം. അതിവേഗതയിൽ നാമം ചൊല്ലുമ്പോൾ രാത്രി 7:30. ജോലി കഴിഞ്ഞിട്ട് കണ്ടത്തിന് നടുക്ക വീട്. എൻ്റെ അപ്പൻ വീട്ടിലേക്ക് വരികയാ. വീടിൻ്റെ മുറ്റത്ത്, ആ തണുത്ത വീടിൻ്റെ മുറ്റത്ത് തുറകൂടിരുന്ന ഒരു അണലിയെ എൻ്റെ അപ്പൻ ചവിട്ടുകയാ. അത് ചീറി എൻ്റെ അപ്പനെ കൊത്തുകയാ. പാമ്പിൻ്റെ കടിയേറ്റ് ഒരു അലർച്ചയോടെ എൻ്റെ അപ്പൻ നിലംപൊത്തി. എൻ്റെ വല്യപ്പൻ അന്ധവിശ്വാസങ്ങളുടെ കൂടാൻ സന്ധ്യാസമയത്തുള്ള വിഷദംശനം മരണകാരണമാണെന്ന് പറഞ്ഞ് മുച്ചോട് കത്തി നിന്ന് നിലവിളക്കെടുത്ത് എൻ്റെ വല്യപ്പൻ നെഞ്ചിനാഞ്ഞടിക്കുന്നത് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. ഇത് കേൾവിക്കഥയല്ല, കണ്ണിന്റെ റെറ്റിനയിലെ ഓർമ്മ ചിത്രങ്ങളാണ്. നിങ്ങൾ നോക്ക്, ഒറ്റ മിനിറ്റ് കൊണ്ട് എൻ്റെ വീടൊരു ദുരന്തക്കളമായി. പാമ്പിന്റെ കടിയേറ്റ് വീടിന്റെ മുറ്റത്ത് എൻ്റെ അപ്പൻ കിടക്കുന്നു. വീടിന്റെ തിണ്ണയിൽ നിലവിളക്കെടുത്ത് നെഞ്ചിലേക്ക് അടിച്ചിട്ട് സുബോധം അബോധമായി. ഉച്ഛ്വാസം വേഗതയിലായി. കൺമണി പിറകോട്ട് മലർന്ന് കണ്ണിന്റെ വെള്ളക്കരു തെളിഞ്ഞ് എൻ്റെ വല്യപ്പൻ വീടിന്റെ തിണ്ണയിലായി. ഒന്നോർത്ത് നോക്കിക്കേ, അല്പനിമിഷം മുമ്പ് സന്തോഷത്തോടെ ഇരുന്നൊരു വീട്. നാട്ടുകാരെ, ദുരന്തം. രംഗബോധമില്ലാത്ത കോമാളിയ. എവിടെ പന്തൽ, എവിടെ കരച്ചിൽ, എവിടെ ആദരാഞ്ജലി, എവിടെ അനുശോചനം, എപ്പം വരുമെന്ന് അറിയത്തില്ല. ഇന്ന് രാത്രി ജീവനോടെ ഇരുത്തിയ കർത്താവിന്റെ സ്തോത്ര. ആ കരമൊന്നുയർത്തിയ രാമേൻ പറഞ്ഞാട്ടെ. കണ്ടോ നിങ്ങൾ ആ കാഴ്ച? അപ്പൻ വീടിന്റെ മുറ്റത്ത് കിടക്കുന്നു, വല്യപ്പൻ വീടിന്റെ തിണ്ണയിൽ കിടക്കുന്നു. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് വെപ്രാളം പിടിച്ചവിടെ നിൽക്കുകയാ. ഇതേ സമയത്ത് അടുപ്പത്ത് കഞ്ഞി വെട്ടിത്തിളയ്ക്കുകയാ. അന്ന് ആ കഞ്ഞി ആരും വാർത്തില്ല, ആ ചോറ് പാത്രത്തിൽ വിളമ്പിയില്ല, ആ കഞ്ഞി കുടിക്കാൻ പറ്റിയില്ല. കൊച്ചുമൻ പാസ്റ്ററെ, എന്തുകൊണ്ടോ ഒരു വാക്ക് കർത്താവിന്റെ വായിൽ തരികയാ. വെച്ച കഞ്ഞി കുടിപ്പിക്കാത്ത ശാപം ചില വീടുകളുടെ അകത്തുണ്ട്. അരന്തൽപനായ. എന്നാൽ ഇന്ന് രാത്രി ആ ശാപത്തെ അഴിക്കാൻ ഒരാള് ഈ ഹോളിനകത്ത് ആ കരമം അടിച്ച് യേശുവേ എന്ന് വിളിച്ച് ഹല്ലേലൂയ. വില കൂടിയ ചുടിദാർ ഇട്ടാൽ, വില കൂടിയ ഉടുപ്പിട്ടാൽ, കുറെ ക്രീം വാരി മുഖത്ത് തേച്ചാൽ, വീടിന്റെ അകം വലുതാക്കിയാൽ മാറുന്നതല്ല ദുരന്തം. കണ്ടോ, ആരോട് പറയാത്ത കൊടിയ ശാപം വീടുകളിൽ കരിങ്കൊടി കുത്തി വാഴുകയാ. എൻ്റെ അപ്പനെ കോട്ടയം കാരിത്താസിൽ, വല്യപ്പനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പാമ്പ് കടിച്ചത് എൻ്റെ അപ്പനെയാ. പക്ഷെ ആദ്യം മരിച്ചത് എൻ്റെ വല്യപ്പനാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ IC യൂണിറ്റിന്റെ അരണ്ട തണുപ്പത്ത് ജീവന്റെയും മരണത്തിൻ്റെ ഇടയ്ക്കുള്ള സമരം 5ാമത്തെ ദിവസം എൻ്റെ വല്യപ്പൻ അവസാനിപ്പിച്ചു. മകൻ മരിക്കുമെന്നുള്ള ആധികേറി വ്യാധി മൂത്ത് തൻ്റെ ഉച്ഛ്വാസം തൻ്റെ ശരീരത്തിൽ നിന്ന് അകന്നു പോകുകയാ. താടിവട്ടം കെട്ടി മൂക്കിനകത്ത് പഞ്ഞി തിരുകി പട്ടിനകത്ത് പൊതിഞ്ഞ് കെട്ടിപ്പൊക്കിയ പന്തലിൽ ശരീരം വെച്ചു. നാട്ടുകാർ മൊത്തം ഇളകി. അനുശോചന പ്രവാഹം. വീടിന്റെ തെക്ക് ഭാഗത്ത് പച്ചമാവിന്റെ വിറക് വെട്ടിപ്പൂളി അടുക്കി ആ ശരീരത്തെ ചുതക്കി കൊടുത്തു. ആളിക്കത്തുന്ന വിറകിന്റെ അഗ്നി ആ ശരീരത്തെ കത്തിച്ച് കരിച്ച് ചാമ്പലാക്കി. നെയ്തെടുത്ത് ആരോ പച്ചവെട്ടിക്കകത്ത് ചാരം വാരി വെള്ളത്തിലൊഴുക്കി അസ്ഥി കൊണ്ട് അടിമയും വെച്ച് ബലിപ്പുര കിട്ടിയ ദിവസങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കേൾക്കണോ, കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ 5 തവണ ശരീരത്തിന്റെ രക്തം മാറിയിട്ടും അകത്ത വിഷം മാറാത്തവനായി, ഇന്നർ ഓർഗൻസിന് കേടുവന്നവനായി, ഉച്ചപ്പിറകയിലെ മുടി മുതൽ ഉള്ളങ്കാലിന്റെ അടിവെള്ളയിലെ തൊക്ക് വരെ പഴുത്ത് പുഴുത്ത് നാസാരന്തരം തുളച്ചു കയറുന്ന കഠോരമായ ദുർഗന്ധത്തിന് അടിമയായി ആശുപത്രി 18ാമത്തെ ദിവസം എന്റെ അപ്പനെ ഉപേക്ഷിക്കുകയാ. ഇന്ന് രാത്രി ഞാൻ ഈ നാട്ടുകാരുടെ ദൂത് പറയാ. എടാ, ദൈവം ഒരുത്തരെ തൊട്ടാൽ ദൈവത്തിനല്ലാതെ ഒരു നല്ല ആമേൻ പറഞ്ഞു നോക്കിക്കേ. ദൈവം ഒരു കുടുംബത്തെ തൊട്ടാൽ, ദൈവം ഒരു തലമുറയെ തൊട്ടാൽ ദൈവത്തിനല്ലാതെ എനിക്കറിയില്ല. സംതിങ് ഗോയിങ് ടു ഹാപ്പൻ. ഈ ദേശത്ത് കർത്താവ് ഇന്ന് രാത്രി എന്തോ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ആശുപത്രി കൈയൊഴിഞ്ഞു. എൻ്റെ അപ്പൻ വീട്ടിൽ വന്നു. അപ്പൻ്റെ സഹോദരങ്ങൾ 3, അമ്മയ്ക്ക് സഹോദരങ്ങൾ 4, നാട്ടുകാര്, രക്തബന്ധങ്ങള്, കസിൻസ്. പക്ഷേ മുക്കോണം മുടിഞ്ഞവന്റെ വീട്ടിൽ ആരും കയറില്ല.
പുഴുത്തവന്റെ വീട്ടിൽ ആരും കേറില്ല. പാമ്പ് കുത്തിയ ശപിക്കപ്പെട്ടവന്റെ വീട്ടിൽ ആരും കേറില്ല. ഞാൻ നിങ്ങളോടൊരു വാക്ക് പറയട്ടെ, ഇവിടെ നടക്കുന്ന എല്ലാ ബന്ധങ്ങളും പണം നടത്തുന്ന ഇന്ദ്രജാല പ്രകടനങ്ങളാണ്. കാശില്ലാത്തവന് ചേട്ടനില്ല, കാശില്ലാത്തവൻ അനുജനില്ല, കാശില്ലാത്തവൻ അളിയനില്ല, കാശില്ലാത്തവൻ അമ്മാച്ചനില്ല. എന്നാൽ ഒന്നുമില്ലാത്തവൻ യേശുവുണ്ട്. ആർക്കും വേണ്ടാത്തവരുണ്ടോ? സ്വന്തം അമ്മ പോലും പ്രാഗിയ മക്കളുണ്ടോ? ഓടിവാ, 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 യേശുവിന് നിന്നെ വേണമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാ സുവിശേഷകന്മാരെ നാട്ടുകാർ തല്ലുന്നതല്ലേ? കഷ്ടം. ആമേ, ഇന്ന് വരെ ഒരു കള്ളനെ പോലീസുകാർ കുനിച്ചു നിർത്തി കൂമ്പിന് ഇടിച്ചത് കൊണ്ട് ഇനി മേലെ കക്കുകയില്ലെന്ന് തീരുമാനമെടുത്ത് ഒരു കള്ളനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ സുവിശേഷം കേട്ടിട്ട് ഇനി മേലെ കക്കുകയില്ലെന്ന് പറഞ്ഞ 1000 കള്ളന്മാരെ കാണിച്ചു തരാം. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ഞങ്ങളെ വെറുതെ തല്ലണ്ട. 2 കാര്യങ്ങളാ. തല്ലിയിട്ട് പ്രയോജനമില്ല, തല്ലുന്നത് വെറുതെയാണ്. ഹല്ലേലൂയ. എല്ലാവരും കൈവിട്ടു. എൻ്റെ അപ്പൻ അമ്മ ജീവിക്കാൻ മാർഗമില്ല. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, 6 പ്രാവശ്യമാണ് എൻ്റെ അപ്പനും അമ്മയും കൂടെ ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയത്. ഞാൻ എങ്ങനെ? നാളെ ഒരാളെന്നോട് ചോദിച്ചു പതുക്കെ പ്രസംഗിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു മനതില്ല. ഞാൻ മുട്ടയുടെ വെള്ളം ചവിട്ടി തെന്നി പെന്തിക്കോസി വന്നതല്ല. ചർച്ചിന്റെ വാതിക്ക് ഒരു മുട്ട പൊട്ടി കിടന്നു, അറിയാതെ അതേ ചവിട്ടിയപ്പോ തെന്നി ചർച്ചിനകത്ത് വന്നു. അന്നോട്ട് അവിടെ ഇരുന്ന് അടിച്ച് കയറി പോയതല്ലിത്. ഇത് പരുന്ത് കോഴിക്കുഞ്ഞിനെ പൊക്കുന്ന പോലെ തമ്പുരാൻ വന്ന് പൊക്കിയതാണ്. എങ്ങനെയാ തുള്ളാതിരി? നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അങ്ങനെ അപ്പയും അമ്മയും കൂടെ ചച്ചി അമ്മയും കൂടെ 6 പ്രാവശ്യമാണ് ആത്മഹത്യക്ക്. ഒരു ആത്മഹത്യ സക്സസ് ആയില്ല. ഒരു ദൂതൂടെ ഞാൻ പറയാം, കർത്താവ് കണ്ടവൻ മരിക്കാനും അനുവദിക്കുകയില്ല. വന്നേ മരിച്ചു പോയെങ്കിൽ എന്റെ ദൈവമേ ഞാൻ ചെന്നേ വന്നാരകമത്. ഒന്ന് പഠിക്കാൻ വരിക. അന്നേ മരിച്ചു പോയെങ്കിൽ എന്റെ ദൈവമേ ഞാൻ ചെന്നേ വന്നാരകമത്. തന്നു നിൻ കൃപാദാനമെന്നും തന്നു നിൻ കൃപാദാനമെന്നും ജീവിപ്പതിൽ ഓ ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. എന്നെ വരികളല്ലേ? നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. വന്നേ മരിച്ചു പോയെങ്കിൽ എന്റെ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമത്. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. പോട്ടെ, എല്ലാരും കൈവിട്ട്, മരണം പോലും കൈവിട്ട്, വീടിന്റെ മുറ്റത്ത് മുള കൊണ്ടൊരു ഏറുമാടം കെട്ടി മരണം കാത്ത എൻ്റെ അപ്പൻ വീട്ടിലിരിക്കുമ്പോഴാ 2 സുവിശേഷകന്മാർ ഞങ്ങളുടെ വീട്ടിൽ വന്നത്. അന്ന് രാത്രി എൻ്റെ അപ്പനോട് പറഞ്ഞു, യേശു നിങ്ങളെ സ്നേഹിക്കും. എൻ്റെ അപ്പൻ തിരിച്ചു ചോദിച്ചു, എനിക്ക് ബന്ധങ്ങളുണ്ട്, എനിക്ക് സ്വന്തങ്ങളുണ്ട്, ആർക്കും എന്നെ വേണ്ട. അടുത്ത ചോദ്യം ഭയങ്കരം, ഇനി ക്രിസ്ത്യാനിയുടെ ദൈവത്തിന് എന്നെ വേണോ? അവരന്ന് പറഞ്ഞ മറുപടി, യേശു ക്രിസ്ത്യാനിയുടെ ദൈവമല്ല, യേശു മാനവകുലത്തിന്റെ രക്ഷകൻ. മൂക്ക് തുളച്ചു കയറുന്ന, കാല് പഴുത്ത് പുഴുത്ത് പഴുപ്പ് ചല ഒഴുകുന്ന എൻ്റെ അപ്പനെ 200 രൂപ വിലയുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ കസലിരുത്തി ചുമന്നുകൊണ്ടാ പ്രാർത്ഥനയ്ക്ക് പോയത്. അന്ന് രാത്രി എൻ്റെ അപ്പനെ യേശുപ്പ അങ്ങ് തൊട്ടു. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഉപദേശിമാർ 5 എണ്ണം ഉണ്ട്. ഇത് ഞാൻ സന്തോഷത്തിന് എവിടെയോ പ്രസംഗിച്ചപ്പോൾ ഒരച്ഛൻ വന്നിച്ചിട്ടുണ്ടെങ്കിൽ സ്വോത്രാച്ച എല്ലാം കൂടെ എവിടെയാ വെക്കുന്നതെന്ന്. രണ്ട് IPC, ഒരു AG, ഒരു ന്യൂ ഇന്ത്യ, ഒരു സ്വതന്ത്ര സഭ. നിങ്ങൾക്ക് അറിയേണ്ടത് സ്വതന്ത്രൻ ആരാന്നല്ലേ? ഞാൻ.
ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, എന്നാ സ്വതന്ത്ര സഭയാണേലും മൂക്കി ശ്വാസമുള്ള കാലത്തോളം ഈ പുസ്തകത്തിൽ നിന്നൊരു വര മാറുകയില്ല. സഭയാള് കൂടിയാലും കുറഞ്ഞാലും തെണ്ടിയാലും അലഞ്ഞാലും ഇതെന്നൊരക്ഷരം മാറ്റാൻ ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിച്ച ഏതെങ്കിലും ഭാഗങ്ങൾ തിരുത്തപ്പെടേണ്ടതുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ തിരുത്താം. കാര്യം ഞാൻ ആർക്കും മീതയല്ല, എനിക്ക് പുസ്തകത്തോടാണ് ഇഷ്ടം. ഹല്ലേലൂയ. ഇതിനകത്തൊരു വലിയ പ്രശ്നം, പണ്ട് രണ്ടുപേരും തമ്മിൽ വലിയ കൂട്ടുകാരെ, ഒരുത്തൻ മറ്റൊരു ഞാൻ 4-2 7 കൂട്ട് വലുതുവാ, പക്ഷെ ഇത് അംഗീകരിക്കാനും പറ്റുകയില്ല. അന്നേരം മറ്റേ പുള്ളി വഴക്കൂടാ പറഞ്ഞു, 4-2 7 നീ പറയുന്നു, 6 ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. കാര്യം കഴിഞ്ഞു. ഞാൻ ദൂതുമായിട്ട് മുൻപോട്ട് പോട്ടെ. ഒന്ന് കഫർനഹൂം, എനിക്ക് ആ കാര്യം എങ്കിലും ഒന്ന് പ്രസംഗിച്ചാൽ കൊള്ളായിരുന്നു. ഹല്ലേലൂയ. ഒന്നാമതേ കൊച്ചമ്പാസ്റ്റർ മിഴിഞ്ഞ കണ്ണാണ്, അപ്പൊ സമയത്ത് നിർത്തിയില്ലെങ്കിൽ ക്രൂരമായിട്ട് നോക്കും. യാ, വെരി ഗുഡ്. ഒന്ന് കഫർനഹൂം, രണ്ടാമത് പക്ഷപാതക്കാരൻ, 3 തകർന്നവന്റെ വീട്ടിൽ പോയ അവനെ എടുക്കാൻ തയ്യാറായ 4 പേര്. നിങ്ങൾ എത്ര പേരുണ്ട്? പ്രിയപ്പെട്ടവരെ, ഐക്യതപ്പെടേണ്ടതും ഒരുമിക്കേണ്ടതും ആത്മാക്കൾക്ക് വേണ്ടിയാണ്, അല്ലാതെ ഇവിടെ കിടന്ന് തലകുത്തി മറിയാനല്ല. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? പൊൻകുന്നത്ത് 4 പേര് കൈകോർക്കേണ്ടത് ആത്മാക്കൾക്ക് വേണ്ടിയാ. ആത്മാക്കൾക്ക് വേണ്ടി ഐക്യതപ്പെട്ട 4 പേര്. അതൊക്കെ വളരെ കുറവായി ഇപ്പം. പണ്ട് എൻ്റെ ഓർമ്മയിലും പറയാം, സമയം പോയായിരുന്നാൽ മതിയായിരുന്നു. ഈ പണ്ട് ചർച്ചിലെ സഭായോഗം കഴിയുമ്പോൾ പാസ്റ്റർ ആൻറ്റി ഒരു 7-8 പേർക്കുള്ള ചോറ് എക്സ്ട്രാ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്നറിയോ? ഉച്ച കഴിഞ്ഞ് പരസ്യത്തിന് പോകുന്നവർക്ക് വേണ്ടിയാണ്. അധികം കറിയൊന്നും കാണത്തില്ല, പച്ചത്തക്കാളിയുടെ തോരനും പിന്നെ ഏതാണ്ടൊക്കെ സാധനം, പിന്നെ കറിയാന്ന് പറഞ്ഞ് നമ്മളങ്ങ് അടിച്ചു. എന്നാൽ ഒരു കാര്യം പറയും, നിങ്ങൾ ആരോടും പറയരുത്, ഈ ചർച്ചിലെയും ബൈബിൾ കോളേജിലെയും ഭക്ഷണത്തിന് ഒടുക്കത്തെ രുചിയാണ്. അത് എന്നെ കാണിച്ചാലും രുചിയാണ്. വീട്ടിൽ അമ്മാമ്മ എണ്ണ ഇട്ടാലും അതെല്ലാം കിഴക്കമ്പള്ള മൊത്തം നാശമാണ്. പക്ഷെ ചർച്ച ഒരു പ്രത്യേക സന്തോഷമാണ്. ഹല്ലേലൂയ. ഓട്ടെ, യോഗം കഴിഞ്ഞ് എല്ലാവരും കൂടി ഇച്ചിരി ഭക്ഷണം കഴിച്ചേച്ച് റോഡിലോട്ട് പോയി നിന്നേച്ച്, ഓ ലോകബന്ധം കൈയൊഴിയും ദ്വേഷിച്ചു നിന്നെ പൂരം തള്ളും. ഈ പാട്ടൊക്കെ എത്ര നാളായി കേട്ടിട്ട്. തകർന്ന നിൻ അന്തരാത്മാ ക്ലേശം നീക്കും കടന്നുവാ കടന്നു. അങ്ങനെ നിന്ന് പാടി 2 വചനമൊക്കെ പ്രസംഗിച്ച് അങ്ങനെയാ സഭ വളർന്നുകൊണ്ടിരുന്നത്. പണ്ട് കിഴക്കമ്മലയിൽ നിന്നൊരു സഭ പണിയാൻ വേണ്ടി ചർച്ചിലെ 8 സഹോദരന്മാര് കവുങ്ങ് വെട്ടാൻ വേണ്ടി കാട്ടിപ്പോയി. ഭയങ്കര നീളമുള്ള കവുക എല്ലാവരും കൂടെ വെട്ടി 8 പേരും കൂടെ തോളെ വെച്ചുകൊണ്ട് നടന്ന് വന്ന് കാട് ക്രോസ് ചെയ്ത് ഒരു കണ്ടത്തിൻ്റെ അകത്തൂടെ നീന്തി വേണം ചർച്ചിൻ്റെ മുറ്റത്ത് വരാൻ. ചർച്ചിൻ്റെ മുറ്റത്ത് കൊണ്ട് കവുങ്ങ് കിട്ടപ്പോൾ 7 പേരുടെ കാലെ ചെളിയുണ്ട്, ഒരുത്തൻ്റെ കാലെ ചെളിയില്ല. ഇവരെല്ലാം കൂടെ അവനെ പിടിച്ചിങ്ങനെ പൊക്കി അങ്ങോട്ട് നിർത്തിയപ്പോൾ അവൻ പറഞ്ഞു, ക്ഷമിക്കണം, ചേറ് വന്നപ്പോൾ ഞാൻ കവുങ്ങലങ്ങ് തൂങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇഷ്ടം പോലെ മക്കളെ പ്രസവിക്കാത്ത സ്ത്രീക്ക് മച്ചി എന്ന് പേര് വിളിച്ചാൽ ആത്മാക്കൾ ജനിക്കാത്ത സഭയ്ക്ക് എന്താപ്പാ പേര്? ഹലോ, വിട്ടേക്കാം. അടുത്തത്, ഒരുത്തൻ സൗഖ്യമായാൽ എൻ്റെ വീട് പൊളിക്കാൻ ഞാൻ തയ്യാറെന്ന് പറയുന്ന ഒരു വീട്ടുടമസ്ഥൻ. അടുത്തത്, വീട്ടിൽ വരാൻ തയ്യാറായ യേശു. അടുത്തത്, വിമർശിക്കുന്ന ശാസ്ത്രിമാർ. ഇതെല്ലായിടത്തും എന്നാ ചെയ്താലും വിമർശിക്കുന്ന കുറേ ആളുകളുണ്ട്. അതൊരു സൈഡാണ്. അത് ഞാൻ അവരെ ഇൻസൾട്ട് ചെയ്യുന്നില്ല, അവരെ കുറിച്ച് ഒന്നും അഭിപ്രായവും പറയുന്നില്ല. അതൊരു സൈഡാണ്. അത് ഇന്നുണ്ടായതല്ലല്ലോ, ആണോ? യേശുവിൻ്റെ കാലം തൊട്ടേ അതുള്ളതാ. അത് ആ സൈഡിൽ കൂടെ അങ്ങ് നടക്കും. ഹല്ലേലൂയ. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതാണ് ചെയ്യാതിരിക്കുന്നത് നല്ലത്. നാളെ ഒരു കൈയില്ലാത്ത ഒരുത്തൻ സങ്കടപ്പെട്ട് വരുമ്പോൾ 2 കൈയില്ലാത്ത ഒരുത്തൻ ഡാൻസും കളിച്ചുകൊണ്ട് വരുന്നു.
ഇവൻ ഓടിച്ചെന്ന് അവനെ ചീത്ത വിളിക്കുക. എനിക്ക് ഒരു കൈയില്ല, എന്നിട്ട് സങ്കടമാണ്. രണ്ട് കൈയില്ലാത്ത നീ എന്നെ ഡാൻസ് കളിക്കുന്ന വെച്ചാൽ അവൻ പറഞ്ഞ ഡാൻസ് അല്ല, തുടയിൽ ഉറുമ്പ് കടിച്ചിട്ട് കളയാനുള്ള ശ്രമമാണ്. ഉണ്ടോ ഇവൻ? അപ്പൊ നിങ്ങൾ ഒരാളെ വിമർശിച്ചാലുള്ള കുഴപ്പമായത് നിങ്ങൾ പറയുന്നതല്ലായിരിക്കും കാര്യം. എന്തിനാന്നേ വഴിയെ പോകുന്ന ശാപം എടുത്ത് തലയെ വെക്കുന്നത്? വിട്ടേര്, പിന്നെ തമ്പുരാൻ നോക്കിക്കോളുവന്ന്. നാളെ ഒരുത്ത റിസൾട്ട് നോക്കാൻ പോയിച്ചു വന്നോട് നീ ജയിച്ചോടാ, പ്രീതി തോറ്റു, നീ ജയിച്ചോടാ, അനൂപ് തോറ്റു, നീ ജയിച്ചോടാ, അഭിലാഷ് തോറ്റു, നീ ജയിച്ചോടാ, ഞാൻ എപ്പോഴേ തോറ്റു. ഒരു ഞാൻ പറഞ്ഞ എന്നാന്നറിയാം, ഇതൊക്കെ സംഭവിക്കും. ഞാൻ വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നെ വിമർശിച്ചവരോട് ഞാൻ പറഞ്ഞു, ഞാൻ പണ്ട് യൂട്യൂബിനകത്ത് കുറേ വൈറലായിട്ടൊരു പാട്ടുണ്ട്. ഓട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്നോരേശുദേവ, പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, നികൃഷ്ടമാം കിടപ്പു കണ്ടു ഞാൻ നമിക്കുന്നേ സിയോൻ മണവാളനെ. അമേരിക്കൻ ഒരു അച്ഛനോട് ചോദിച്ചു, നികൃഷ്ടമല്ലെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞ ക്ലഷ്ടമാം കിടപ്പ് കണ്ട് ഞാൻ പറഞ്ഞ അച്ഛാ എനിക്ക് പരാതിയില്ല, അറിയാൻ സംഭവിച്ചു പോയതാ, സോറി, ഇനി തിരിച്ചു പാടിയേക്കാം. അതിന് ഞാൻ എന്തിനാണ് ഒരാൾ കറക്റ്റ് കാര്യം പറയുമ്പോൾ അയാളോട് തല്ലു വെക്കുന്നത്? നിങ്ങൾ കേട്ടില്ല, വിട്ടേര്. ഇനി എനിക്ക് കഫർനഹൂം എന്ന് പറഞ്ഞ പട്ടണത്തെ തൊട്ട് ഒരു വാക്കൂടെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കും. കർത്താവേ, ഇത് വലിയ ക്ലോക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് സമയം പോകുകയെന്ന് തോന്നുന്നു. ഞാനൊന്ന് ഇറങ്ങി എന്നാ കുഴപ്പമുണ്ടാവോ? ഇവിടെ നിന്ന് കുഴപ്പമുണ്ടോ? കഫർനഹൂം പറഞ്ഞ പട്ടണത്തെക്കുറിച്ച് രണ്ട് ദൂതുകൾ പറയാം. ഒന്ന്, ഒരു ശതാധിപന്റെ ദാസന് ദീനമായി കിടക്കുന്നു. സ്ഥലം കഫർനഹൂമാണ്. അയാൾ ചെന്ന് യേശു, എല്ലാവരും എന്നെ ശ്രദ്ധിച്ചിരിക്കണേ, യേശുവോട് പറയുന്നു, എൻ്റെ ദാസൻ ദീനമായിട്ട് കിടക്കുന്നു, നീ അവന് സൗഖ്യം കൊടുക്കണം. ഇത് പറഞ്ഞപ്പോ നാട്ടുകാരെല്ലാം ഇളകിച്ച് പറയാ, അവൻ യോഗ്യൻ. ആര് ആര് ആര്? ശതാധിപൻ യോഗ്യൻ. അവൻ ഞങ്ങൾക്കൊരു പള്ളിയും കൂടെ തീർപ്പിച്ചു തന്നിരിക്കുന്നു. കർത്താവിന് ആകെ അറിയാവുന്ന ഒരു യോഗ്യൻ കർത്താവാണ്. കുഞ്ഞോട് പറ, നീ യോഗ്യൻ. അപ്പൊ കർത്താവിന് ആകെ അറിയാവുന്ന ഒരു യോഗ്യൻ ആരാ? പറമക്കളെ, കർത്താവ് തന്നെയാ. എന്നാ പിന്നെ ഈ യോഗ്യനെ ഒന്ന് കണ്ടേക്കാൻ ഓർത്ത് കർത്താവിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി വാതിൽക്കൽ ചെന്നപ്പോ ഇയാൾ ഓടി വന്ന യേശുവിന്റെ കാലെ വട്ടം പിടിച്ചിട്ട് പറയാ, നീ എന്റെ പുരക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. അപ്പൊ കഫർനഹൂമിന്റെ ഒന്നാമത്തെ ചിത്രം, നാട്ടുകാരുടെ മുമ്പിൽ യോഗ്യനാണ്, യേശുവിന്റെ മുമ്പിൽ അയോഗ്യനാണ്. എന്നെ കേൾക്കുന്ന നാട്ടുകാര്, മറ്റുള്ളവരുടെ മുൻപില് യോഗ്യത പോരാ, യേശുവിന്റെ മുമ്പിൽ നിൽക്കാം. ആമേൻ. ഈ ഫേക്ക് ഐഡിയയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ എന്നെ കേട്ടില്ലേ? എന്റെ ഐഡിയ ഫേക്ക് ആയിട്ടുള്ള ഐഡിയയിൽ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലും നിങ്ങളൊരു വേറൊരു ക്യാരക്ടർ എടുത്ത് മുഖത്ത് വെച്ചോണ്ടായി ഇറങ്ങുന്നത്. ഒരിക്കലും നിങ്ങളുടെ ഒറിജിനൽ ആളെ നിങ്ങളുടെ വീടിന്റെ പുറത്ത് കാണാൻ പറ്റുകയില്ല. അയ്യോ, സന്തോഷമാണല്ലോ അല്ലേ? അച്ഛൻ വീട്ടിലോട്ട് പോകുന്ന വഴി ഭാര്യയോട് പറയുന്നുണ്ട്, എന്നാ വിനയമാ അച്ഛ. അതൊന്നും വിനയല്ല അച്ഛ, അതൊരു സാധനമായി ആളുകളെ കാണും. ആ ഒരു സ്തോത്രം. മുമ്പേ കൊച്ചോമാസ് പരിചയപ്പെടുത്തി നിങ്ങൾ കേട്ടോ, നമ്മൾ എവറസ്റ്റിൽ കയറിപ്പോവും. ഞാൻ അദ്ദേഹത്തെ കുറ്റല്ല, അതൊക്കെ ഒരു ശൈലിയുടെ ഭാഗമാണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒറിജിനൽ ആളെ കാണണമെങ്കിൽ ആ വീടിന്റെ ജനലിന്റെ പോയി നിൽക്കണം. ഫേക്ക് ഐഡിയ. അപ്പൊ നമ്മുടെ ഈ ഫേക്ക് ഐഡിയ ഒന്നും കർത്താവിന്റെ മുമ്പിൽ എന്ത് ചെയ്യത്തില്ല, പറഞ്ഞു നടക്കുകയല്ല. കാരണം അത്തിയുടെ മേളിരിക്കുന്ന സക്കായിയെ, അത്തിയുടെ കീഴേ ഇരിക്കുന്ന നഥനയേലിനെ, സ്തോത്രം പറഞ്ഞ് സ്തോത്രകാഴ്ച മുക്കിയ അനന്യാസിനെ, ഗലീലക്കടലിന്റെ അടിയിൽ പോയ മീന്റെ വായിരുന്ന ചതുർദ്രഹ്മ പണത്തെ, അതുപോലെ തന്നെ പാതാളത്തിൽ കിടക്ക് വിരിച്ചാൽ അവിടെ, മുടി കൊഴിഞ്ഞാൽ അതറിയും, അഞ്ചാമത്തെ കുരുകില് താഴെ വീണാൽ യേശുവിനെ മറയ്ക്കാൻ ഒരാൾക്കും പറ്റുകയില്ല. കയ്യൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കഫർനഹൂമിലെ ശതാധിപൻ നാട്ടുകാർക്ക് യോഗ്യനാ, പക്ഷെ കർത്താവിന്റെ മുമ്പിൽ അയോഗ്യനാ. ഇനി രണ്ടാമത്തെ കാര്യം, അതുകൂടെ പറയാനുള്ള നേരെ, അത് നിങ്ങൾ ഇച്ചിരി ആഴമായിട്ട് കേൾക്കണം. രണ്ടാമത്തെ കാര്യം, നീയോ കഫർനഹൂമേ, ബാക്കി പറ, കമോൺ. മിക്കവാറും
നീയോ കവർന്നകുമേ സ്വർഗത്തോളം ഉയർന്നിരുന്നാലും നീ പാതാളത്തോളം. ഞാനിവിടെ സുവിശേഷ പ്രസംഗത്തിന് വന്നാ നിങ്ങൾക്ക് മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഞാൻ അതായി പറഞ്ഞു വരുന്നത്. നീയോ കവർന്നകുമേ നീ സ്വർഗത്തോളം ഉയർന്നിരുന്നാലും നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. അടുത്ത വാക്യം, അവൻ മാനസാന്തരപ്പെടായികയാൽ അവൻ അവരെ ശാസിച്ചു തുടങ്ങി എന്ന് പറഞ്ഞ കവർന്നഹൂമിന്റെ പ്രത്യേകത എന്നറിയോ? ഇഷ്ടം പോലെ കാശുണ്ട്, പക്ഷെ മാനസാന്തരമില്ല. അല്ലല്ല, നിങ്ങൾ മാനസാന്തരപ്പെടാൻ നിങ്ങൾ അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് കർത്താവ് അരുളി ചെയ്യുകയാണ്. ബൈബിളിലെ ഏറ്റവും ഗൗരവമുള്ള ഒരു ദൂതാണ് മാനസാന്തരം. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, മാനസാന്തരം. ഒച്ചത്തിൽ പറ. ഹല്ലേലൂയ. ഇപ്പോ ഈ ട്രെൻഡ് ചേഞ്ച് ആയതുകൊണ്ടല്ലേ ഞങ്ങള് ഈ ആളുകളെ കൊണ്ട് കൈയടിപ്പിക്കാനും സ്തോത്രം പറയാനും ഒക്കെ കടന്ന് തത്രപ്പെടുന്നത്. പക്ഷേ പെന്തിക്കോസ്തിന്റെ പഴയ നിര പിതാക്കന്മാരും ഇതിന് ശ്രമിക്കാറില്ല. അവർ ശ്രമിക്കാറില്ല. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാം, പ്രായമുള്ളവർക്കറിയാം. കണ്ണൂക്കാരനൊരു വി എ തോമാച്ചാൻ ഉണ്ടായിരുന്നു, നിത്യത്തിൽ വിശ്രമിക്കുന്ന വി എ തോമാച്ചാൻ. ഉടുപ്പും മുണ്ടും കൂടെ കൂട്ടി തൂക്കിയ 48 കിലോയേ ഉള്ളൂ. കുപ്പിച്ചിൽ ഇടിച്ചു പൊട്ടിക്കുന്ന ശബ്ദം അദ്ദേഹത്തിന്. അദ്ദേഹം ധോരണിയിൽ സംസാരിക്കുന്ന ആളല്ല, പെറുക്കി പെറുക്കി ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് കണ്ടോ സംസാരിക്കുന്ന വിഷയം വീണ്ടും ജനനം. കണ്ടോ, നമ്മളെ പോലെ വെളിപ്പെടുന്നത് പറയുമല്ല, ഒരു സാധനം പ്രിന്റ് ഔട്ട് ആക്കിക്കൊണ്ട് നിർത്തിയ. അദ്ദേഹം പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആളുകൾ കൂട്ട നിലവിളിയിലെത്തും. കാര്യം എന്നറിയാമോ? ആമേൻ. നമ്മൾ പ്രസംഗിച്ചു വരുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേട്ടായിയുടെ തലേ തേങ്ങ വീഴുന്നു, ഇപ്പുറത്തെ വീട്ടിലെ പുള്ളിക്കിട്ട് വണ്ടി ഇടിക്കുന്നു, ചിലരെ ദൈവം തൊടാൻ പോകുന്നു. ഹല്ലേലൂയ. അവരിതൊന്നുമില്ല. അവര് പറഞ്ഞ്, എടാ നീ മാനസാന്തരപ്പെട്, നിങ്ങൾ എന്നോട് കൂടെയില്ല, മാനസാന്തരപ്പെട്. ആമേൻ. ഞാൻ യേശുവിന്റെ കാരണം കൊണ്ട് കുറെ വർഷങ്ങളായി കൺവെൻഷന് പ്രസംഗിക്കാൻ പോകുക തുടങ്ങിയിട്ട് ചെന്നിരിക്കുമ്പോഴേ പാസ്റ്റർമാര് ചെവി പറയും, മുഴുവൻ അകത്തുള്ള ആളുകൾ അതുകൊണ്ട് അകത്തോട്ട് വിട്ടാൽ മതി എന്ന്. അതിന്റെ അർത്ഥം തന്നെ ഞാൻ കവണയെടുത്ത് കീച്ചിക്കോണോന്ന് ഞാൻ വന്നതില്ല. ഹല്ലേലൂയ. മാനസാന്തരപ്പെടുക. നിങ്ങൾക്ക് ഞാൻ തുടക്കത്തിൽ നിങ്ങളുടെ മാപ്പ് പറഞ്ഞാൽ തുടങ്ങിയത്. എൻ്റെ പ്രസംഗം നിങ്ങൾക്കൊരു സൺഡേ സ്കൂൾ സ്റ്റോറിയായി ക്ഷമിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എന്താണ് മാനസാന്തരം? മൂലഭാഷയിലേക്ക് എന്തിനാ പോകുന്നത്? മലയാളത്തിൽ ഞാൻ വ്യാഖ്യാനിക്കാം. ഒരപ്പന് 2 മക്കൾ. ഈ ഇളയവൻ അപ്പനോട് വീതം ചോദിച്ചു, അപ്പ എനിക്ക് വരേണ്ടുന്ന പങ്ക്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, അപ്പനിൽ നിന്ന് എന്ത് വരാനുണ്ടെന്ന് ഇവൻ പഠിച്ചു, പക്ഷെ അപ്പനിൽ എന്തുണ്ടെന്ന് ഇവൻ പഠിച്ചില്ല. നിങ്ങൾ കേട്ടില്ല. പ്രാർത്ഥനയ്ക്ക് പോയാൽ വീട് കിട്ടുമെന്ന് പഠിച്ചു, പക്ഷേ എന്തുകൊണ്ടാ യേശുവിനോട് പ്രാർത്ഥിക്കുന്നെന്ന് ഇവൻ പഠിച്ചില്ല. ഞാൻ യേശുവിനെ ആരാധിക്കുന്നതിന്റെ കാര്യം എന്നറിയാമോ? ആണിയെ തൂങ്ങി എനിക്ക് വേണ്ടി ചോര ചീറ്റി എന്റെ പാപത്തിന് ആ കരമം അടിച്ചു. എന്റെ പാപത്തിന്, എന്റെ ശാപത്തിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ചർച്ച പണിതുകൊണ്ടിരുന്നപ്പോ ഹിന്ദിക്കാരായ കുറെ സഹോദരന്മാരാ. സത്യത്തിൽ അവർ ഹോളാ പണിയുന്നെങ്കിലും 50,000 ബീഡി അവന്മാർ വലിച്ചു തീർന്നത്. അതിന്റെ അർത്ഥം എന്നറിയോ? അവര് പ്രോജക്റ്റില്ല, ആ സ്ഥാപനമായിട്ട് അവർക്ക് ബന്ധമില്ല. ഇതുപോലെ യേശുവിന്റെ ക്രൂശിനെ അറിയാതെ അടിക്കുന്ന കയ്യടി എല്ലാം വെറുതെയാ. യേശുവിന്റെ ക്രൂശിനെ അറിയാതെ കാട്ടിക്കൂട്ടുന്ന എല്ലാ വെപ്രാളങ്ങളും വെറുതെയാ. ഓ, നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ ഒരു വാക്കൂടെ പറഞ്ഞ് എന്റെ ഗൗരവം പറയാം. യേശുവിനെ ക്രൂശിൽ എന്നോട് കൂടെ ഉണ്ടോ നിങ്ങൾ? യേശു ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ 4 സഹോദരിമാര് കയറി ചെന്ന് ഓർക്കുന്നുണ്ടോ? 1 യേശുവിന്റെ അമ്മ മറിയ, 2 മറിയയുടെ സഹോദരി ശലോമ, 3 ക്ലയോപ്പാവിന്റെ ഭാര്യ, 4-മത്തത് മദറിന്റെ കരുത്തി മറിയ. ഒന്നുകൂടെ പറയാം. 1 യേശുവിന്റെ അമ്മ സഹായിക്കുന്നേ മറിയ, 2 മറിയയുടെ സഹോദരി ശലോമ, 3-മത്തത് ക്ലയോപ്പാവിന്റെ ഭാര്യ, 4-മത്തതോ
മദലക്കാരത്തി മറിയ. ക്രൂശ് ചെറിയ സ്ഥലമല്ല, മരണം മടക്കുന്ന, കാതടപ്പിക്കുന്ന, നിലവിളി കേൾക്കുന്ന, ചോരയുടെ ഉളുമ്പ് ഗന്ധമുള്ള, റോമൻ ആയുധങ്ങൾ കൂട്ടി ഉരസുന്ന, മരണത്തിന്റെ കരച്ചിൽ കേൾക്കുന്ന ആ കുന്നിലേക്ക് 4 പെണ്ണുങ്ങൾ അല്ല 4 സഹോദരിമാർ കേൾക്ക് ആ കയറി ചെല്ലുകയാ. ഒന്ന് യേശുവിന്റെ അമ്മയാ. ഞാൻ മറിയോട് ചോദിക്കുന്നു, എങ്ങോട്ടാ പോകുന്നത്? എന്നാൽ യേശുവിന്റെ അമ്മ മറിയ പറഞ്ഞു, എൻ്റെ ഉദരത്തിൽ പിറന്നവനല്ലേ ആ ക്രൂശെ കിടക്കുന്നത്, എനിക്ക് എങ്ങനെ പോകാതിരിക്കാൻ പറ്റും? അപ്പം ഞാൻ ശലോമയോട് ചോദിച്ചു, അമ്മമ്മ എന്തിനാ പോകുന്നത്? ശലോമ പറഞ്ഞു, എൻ്റെ സിസ്റ്ററിൻ്റെ കൊച്ചല്ലേ കിടക്കുന്നത്, കാണാൻ പോയിരിക്കാൻ പറ്റുമോ? ക്ലയോപ്പാവിൻ്റെ ഭാര്യയോട് ചോദിച്ചു, ആൻറ്റി എന്തിനാ പോകുന്നത്? ആൻറ്റി പറഞ്ഞു, ഞാൻ ഈ മറിയയുടെ വിവാഹം കഴിക്കുന്ന ചെറുപ്പക്കാരനാകുന്ന യോസഫിൻ്റെ, അല്ലെങ്കിൽ മറിയ കല്യാണം കഴിച്ച യോസഫിൻ്റെ സഹോദര ഭാര്യ. പെണ്ണുങ്ങളുടെ സൈഡിൽ നിന്ന് 2 പേര് പോകുമ്പം ആണുങ്ങളുടെ സൈഡിൽ നിന്ന് ഒരാൾ വേണ്ടേ? അങ്ങനെ അവർ 3 പേരും കയറിയപ്പോൾ വേറൊരു അമ്മമ്മ പുറകെ പിടിക്കുന്നു. പേര് മദലക്കാരത്തി മറിയ. 7 ഭൂതം ഇറങ്ങിയ മറിയ. ഞാൻ ചോദിച്ചു, ആൻറ്റി ചെറുക്കം കൂട്ടരാണോ, ആൻറ്റി പെണ്ണും കൂട്ടരാണോ? മദലക്കാരത്തി പറഞ്ഞു, എനിക്ക് ഞാൻ അമ്മ വീടുമല്ല. നിങ്ങൾ കേട്ടില്ല, ഞാൻ അമ്മ വീടുമല്ല, ഞാൻ അപ്പം വീടുമല്ല. എനിക്ക് അവനുമായിട്ടുള്ള ബന്ധം ജഡത്തിലല്ല, ഞങ്ങളുടെ ബന്ധം ആത്മാവില. അവൻ എന്റെ രക്ഷകനാ, അവൻ എന്റെ കരവും അടിച്ച് അവൻ എന്റെ രക്ഷകൻ, അവൻ എന്റെ രക്ഷകനാൻ. ആത്മബന്ധമുള്ളവര് ഇന്ന് രാത്രി ആരാധിക്കുക. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ആ ആണി വലിച്ചൂരി യേശുവിനെ ക്രൂശിറക്കി അരിമത്തേക്കാരന്റെ കല്ലറിൽ അടക്കം ചെയ്തു. 3-ാം ദിവസം ശക്തിയോടെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഉയർത്തെഴുന്നേറ്റിട്ട് യേശു അമ്മ മറിയാനെ കണ്ടില്ല, യേശു ശലോമേനെ കണ്ടില്ല, യേശു ക്ലയോപ്പാവിന്റെ ഭാര്യയെ കണ്ടില്ല. എന്നാൽ മദ്ദലക്കാരത്തിയെ മദ്ദലക്കാരത്തിയെ ഇന്ന് രാത്രി ചിലരെ കാണാൻ യേശു ഇവിടെ നിൽക്കുകയാ. ചില വീടുകളെ കാണാൻ. ഒരു വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. നിക്കോദേമോസ് യേശുവിന്റെ അടുത്ത് എന്ന് വെച്ച് പറഞ്ഞു, നിങ്ങൾ എന്നെ കേൾക്കണം, ഒരു 5 മിനിറ്റ് കൂടെ, 5 മിനിറ്റ്, ഐ എം സോറി. യേശുവിന്റെ അടുക്കൽ ചെന്ന് വെച്ച് പറഞ്ഞു, നീ പിതാവിന്റെ അടുക്കൽ നിന്ന് സ്ഥാനാപതിയായി വന്നിരിക്കുന്നു എന്നും പിതാവ് നിന്നോട് കൂടെ ഇല്ലെങ്കിൽ ഇക്കണ്ട അത്ഭുതങ്ങളൊന്നും നിനക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഞാൻ അറിയുന്നു. യേശുവിന്റെ മറുപടി എന്നാണെന്നറിയോ? വീണ്ടും ജനിച്ചിട്ട് ഞാൻ നിന്നെ അടിച്ചതിനകത്ത് കയറ്റിയാലെന്ന് പറഞ്ഞു. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? ഇയാൾ പറഞ്ഞത് കിഴക്കോട്ടും, യേശു പറഞ്ഞ മറുപടി പടിഞ്ഞാട്ടും. കുമരകത്ത് ചെവി വയ്യാത്ത 2 അപ്പച്ചന്മാരുണ്ടായിരുന്നു. ഒരാൾ ചന്തയിലോട്ട് പോകുന്നു, ഒരാൾ ചന്തയിൽ നിന്ന് വരുന്നു. പേര് പറഞ്ഞാൽ നിങ്ങൾ അറിയും, ഞാൻ മനഃപൂർവ്വം പറയുകയില്ല. ചന്തയിൽ നിന്ന് വരുന്ന പുള്ളി ആ മീനും മേടിച്ചോണ്ടാ വരുന്നത്, മത്തി മേടിച്ചോണ്ട് വരിക. ഇവിടുന്ന് പോകുന്ന പുള്ളി ചന്തയിൽ നിന്ന് വരുന്ന പുള്ളിയോട് ചോദിച്ചു, ചന്തയിൽ മത്തി മാത്രമുള്ളോ അതോ അയിലയുണ്ടോ? ചെവിയേക്കാൻ മേലെ 2 പേർക്കും. പുള്ളിയുടെ മറുപടി, ഇത്തവണ ഒരു വെള്ളം കയറിയത് കൊണ്ടാണ് നെല്ലിൻ്റെ ഇല പഴുക്കുന്നത്, യൂറിയ ഇട്ടാൽ മതിയെന്ന്. മറ്റേ പുള്ളി പിന്നെ ചോദിച്ചു, അയില മാത്രമേ ഉള്ളൂ, തുണ്ടമ്മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം പുള്ളിയുടെ മറുപടി, യൂറിയ കിട്ടുന്നില്ലെങ്കിൽ നീറ്റുകക്ക ഇട്ടാൽ മതിയെന്ന്. 2 പേർക്കും ആശ്വാസം. പക്ഷെ ചെവി കേൾക്കുന്നവർക്കായി ഭ്രാന്ത് പിടിക്കുന്നു. ഇതുപോലെ നിക്കോദിമോസ് പറയുക, നീ പിതാവിന്റെ അടുക്കൽ നിന്ന് സ്ഥാനാപതിയായി വന്നിരിക്കുന്നു എന്നും പിതാവ് നിന്നോടുകൂടെ ഇല്ലെങ്കിൽ കണ്ട അത്ഭുതങ്ങളൊന്നും നിനക്ക് ചെയ്യാൻ കഴിയത്തില്ലെന്നും ഞാൻ അറിയുന്നു. യേശു പറഞ്ഞു, വീണ്ടും ജനിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ അടിച്ചതിനകത്ത് കയറ്റുകയില്ല. കൊച്ച ഇങ്ങോട്ട് കയറിയെന്നാടാ, എടാ ഇങ്ങോട്ട് കയറിയെന്ന്. നീ യേശു ആവുന്നോ നിക്കോദിമോസ് ആവുന്നോ? അയ്യടാ. ഞാൻ പെട്ടെന്ന് നിർത്താം, ഐ എം സോറി. ഈ യേശുവിൻ്റെ ഒരു പ്രശ്നം, യേശു ഒരാളെ ഇങ്ങനെ തൊട്ടാലോ നോക്കിയാലോ ഒക്കെ, യേശു അൽഫയും ഒമേഗയും ആദ്യ അന്തവും തുടക്കവും ഒടുക്കവും ഒക്കെ ആയതുകൊണ്ട് ഒരാളുടെ A to Z യേശുവിനെ അങ്ങ് കാണാം.
ആ കൃപ നമുക്ക് ആർക്കും കിട്ടരുതേ എന്ന് പ്രാർത്ഥിക്കണം. ഒരുവാരിപ്പെട്ട ഒരുത്തനും കൈ കൊടുക്കാൻ പറ്റുകയില്ല. യേശു ഇങ്ങനെ നിക്കോദിമോസ് പോലെ ബെൻസനെ ഇങ്ങനെ നിക്കോദിമോസിന്റെ കണ്ണിലോട്ട് നോക്കുമ്പോൾ തന്നെ യേശുവിന് അറിയാം, എന്റെ ബോഡി ക്രൂശിൽ നിറക്കാനുള്ളവനായി ഇവൻ. ഹലോ, ഇത് ചെറിയൊരു മനുഷ്യനല്ല തൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. എൻ്റെ ബോഡി ക്രൂശിൽ നിറക്കാനുള്ളവനാ. ഞങ്ങളുടെ ചർച്ചിൻ്റെ സെമിത്തേരി പരുത്തുംപാറയില. ഞങ്ങൾക്ക് 5ാം നിലയാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഞങ്ങളുടെ ദൈവമക്കളോട് പറഞ്ഞു, ജീവിച്ചിരിക്കുമ്പോൾ ഉയർന്നില്ലെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നല്ല നിലയിലായിരിക്കും എന്ന് പറഞ്ഞു. ബോഡി അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഒരു തുടലെ പിടിച്ചൊരു വലിച്ച ഷൂക്ക് എന്ന് പറഞ്ഞ് പുള്ളി മേളിച്ച് ഉപകരണങ്ങളുണ്ട്. പക്ഷേ ക്രൂശെ നിറക്കുന്ന ഉപകരണം ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. കാര്യം ക്രൂശെന്ന് ആരെ ഇറക്കാറില്ല. യേശു കർത്താവിന് 400 വർഷം മുമ്പ് ക്രൂശുണ്ട്. ക്രൂശ് ഫിനീഷ്യ സംസ്കാരമാണ്. ചതുരവടിയുള്ള ആണുകളിൽ യേശുവിൻ്റെ ശരീരം തൂങ്ങിക്കിടക്കുക. 9 മാസം എൻഷനും കുടിച്ച് കിടന്നേച്ചല്ല യേശു മരിച്ചത്. 33.5 തിരുവയസ്സിലെ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ചെറുക്കൻ, ഒരു മനുഷ്യൻ, ഒരു മനുഷ്യൻ, യേശുവിൻ്റെ തലയിലെ മുറിവ് 162 തുളകളാണ് യേശുവിൻ്റെ തലയിൽ. ഒരു മനുഷ്യൻ എഴുതിയിരിക്കുന്ന ബുക്ക് ഞാൻ വായിച്ചു. ഈ തലയിലുള്ള ഒരു മുറിവിന് ഒരണലി തലയെ കൊത്തുന്ന വേദനയാണ് ഒരു മുറിവിന്. അങ്ങനെയാണെങ്കിൽ 162 അണലി തല കൂടുവെച്ച് കൊത്തിയിട്ടും ക്രൂശുമായിട്ട് പോകുന്ന പോക്ക് നിങ്ങൾ കണ്ടോ? ആ ശരീരം മുഴുവൻ ആപാതനൂടെ തകർത്തു. യേശു ക്രൂശെ കിടക്കുക, പ്രാണന് കിട്ടു. നിക്കോദിമോസ് കൊച്ചു ചെന്ന് ചേർത്ത് പിടിക്കുവാണ്. നിക്കോദിമോസ് ചെന്നിച്ചു കയ്യിലെ ഒരാണി ഒരു തോളലിട്ടേ ഇതുപോലെ കെട്ടിപ്പിടിച്ച ബോഡി, ഒരു യൗവനയുക്തനായവന്റെ ബോഡി ക്രൂശെ നിറക്കുമ്പോ നിക്കോദിമോസിന്റെ ചെവിയിൽ സ്വർഗം പറഞ്ഞു, വിടരുത്, അസ്ഥി ഒടിയാൻ പാടില്ലാത്ത ശരീരമായത്. ഈ ദൈവിക ഉത്തരവാദിത്തങ്ങൾ ഏറ്റേച്ച് കോക്കാമ്പിച്ച കാണിക്കരുത്. ദൈവം നിന്നെ വാരി തറയിലലക്കും. ലോക ചരിത്രത്തിൽ ക്രൂശിക്കപ്പെട്ടവന്റെ ആണി ഊരിയിട്ടില്ല മോനെ. ആകെ ഊരി ആണി യേശുവിന്റെ. പിശാചെത്ര മുറുക്ക തറച്ചാലും നിയോഗമുള്ളവന്റെ ആണി ദൈവം ഊരും. ഇനി കേട്ടോണം, നട്ടെല്ല് പൊട്ടി യേശുവിന്റെ ബോഡി ചുമക്കാനുള്ളവനോടാ യേശു പറഞ്ഞത്, എന്റെ ശരീരം ചുമന്നാലും സ്വർഗത്തിൽ കയറാൻ മാർഗമില്ല. സ്വർഗത്തിൽ കയറണേ വീണ്ടും ജനിക്കണം. ഉപദേശിക്ക് 4 ചാക്ക് അരി കൊടുത്താൽ സ്വർഗത്തിൽ പോകാൻ പറ്റുകയില്ല. പള്ളിയിലച്ഛന് 9 നാടൻ ഏത്തക്കൊല കൊടുത്താൽ സ്വർഗത്തിൽ പോകാൻ പറ്റുകയില്ല. ഗുജറാത്ത് വെള്ളപ്പൊക്കത്തിന് കൊച്ചിന്റെ 9 ബനിയം കൊടുത്താൽ സ്വർഗത്തിൽ കയറാൻ പറ്റുകയില്ല. നാട്ടുകാരെ മനസ്സാന്തരപ്പെടുക. ഒരു വാക്ക് പറഞ്ഞ് നിർത്തുക. ഞാൻ ബൈബിൾ അടച്ചു. എനിക്ക് എഫ് പിടിച്ചു. ഒരുത്തരെ അച്ഛാ ഞാൻ 2 മിനിറ്റ് കൂടെ എടുത്തോട്ടെ. ഒരുത്തരെ വണ്ടി പോയിരിക്കുമല്ലേ, നിർത്താം. ഒരുത്തരെ ചുവന്നുകൊണ്ട് വീടിന്റെ മുറ്റത്ത് ചെന്നു. ആ വീട് പൊളിയാൻ പോവാ. യഹൂദന്മാരുടെ നാട്ടിൽ വീട് പൊളിയണമെങ്കിൽ വീടിന് കുഷ്ഠം വേണം. പക്ഷെ ഈ വീട് കുഷ്ഠം ഉണ്ടായിട്ട് പൊളിഞ്ഞതാണോ? മറ്റൊരുത്തന് പകരമായി കുഷ്ഠരോഗിയെ പോലെ പൊളിഞ്ഞതാണ്. ഒരു പാപം ചെയ്യാതിരുന്നിട്ടും പാപിയെ പോലെ പൊളിഞ്ഞ ഒരു വീടേ ഉള്ളൂ, അത് യേശുവിന്റെ ശരീരമാണ്. ഇന്ന് രാത്രി ക്രൂശിലോട്ട് നോക്കിക്കോ. നിന്റെ വിടുതലിന് വേണ്ടി ആ ശരീരം തകരുകയാ. എല്ലാ കണ്ണുകളും അടച്ചേച്ച്, ക്രൂശിലാണ് നിന്റെ രക്ഷ, ക്രൂശിലാണ് പാപമോചനം, ക്രൂശിലാണ് വിടുതൽ. ഇന്ന് രാത്രി പാപത്തിൽ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? രക്ഷിക്കപ്പെടാത്തവരുണ്ടോ? സ്നാനം സത്യമാണെന്ന് അറിഞ്ഞിട്ടും സ്നാനപ്പെടാത്തവരുണ്ടോ? ഇത് രക്ഷാ ദിവസമാണ്. ഇത് സുപ്രസാദ കാലമാണ്. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ. ഓ നിന്മാർവോടു ചേരട്ടെ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാം എല്ലാം. എൻ പിതാവ് ഞാനാകുന്ന ഇന്ന് രാത്രി ഇതുവരെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ
ആ നിൽക്കുന്ന നിപ്പിൽ നിന്നുകൊണ്ട് പറ, അപ്പാ നിന്റെ മകനായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. സ്നാനപ്പെടാത്തവരുണ്ടോ? വീണ്ടും ജനിക്കാത്തവരുണ്ടോ? ഇത് നിന്റെ രക്ഷാ ദിവസമാണ്. യേശുവിന്റെ മുഖത്തേക്ക്, അപ്പാ നിന്റെ മകനാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, നിന്റെ മകളാകാൻ. അങ്ങനെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇന്ന് രാത്രി യേശു നിങ്ങളുടെ ഉള്ളത്തിൽ വരികയാണ്.